ഭൂതങ്ങൾക്കോ പിശാചുക്കൾക്കോ പറയുന്ന പേരാണ് ഇല്ലൂമിനാറ്റി. എന്നിട്ട് പറയുന്ന ആ വരികളൊക്കെ എനിക്ക് കേൾക്കാനിടയായി. ഞാൻ അത്ഭുതപ്പെട്ടു, മലയാളത്തിലാണോ ഇതൊക്കെ പറയുന്നത്? ചോരയുടെയും സ്കള്ളിന്റെയും കഥ പറഞ്ഞ്, മദ്യത്തിന്റെയും ലഹരിയുടെയും വചനങ്ങൾ നമ്മുടെ മക്കൾ ഇതൊക്കെ പാടിക്കൊണ്ടിരിക്കുകയാണ്. പിശാചിനെ ആവാഹിക്കുന്ന വാക്കുകൾ, പൈശാചികതയെ ഉത്തേജിപ്പിക്കുന്ന ചിന്തകൾ, ഇതൊക്കെ സൂചിപ്പിക്കുന്ന ചില സാംസ്കാരികമായ വേദനാജനകമായ ചില തലങ്ങളുണ്ട് എന്ന് പറയാതെ വയ്യ. വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിലുണ്ടായിരിക്കെ നമ്മുടെ മക്കളുടെ നാവിലൂടെ വിശുദ്ധ ഖുർആനിന്റെ മനോഹരമായ വല്ലുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ. എത്ര മനോഹരമാണ് ഖുർആൻ. അത് ഓതാൻ നമുക്ക് സമയമില്ലല്ലേ, കേൾക്കാൻ നമുക്ക് സമയമില്ല. ഈ ഇല്ലൂമിനാറ്റി പാടാനും ചാടാനും കേൾക്കാനും പ്ലേ ചെയ്യാനും. വീണ്ടും ഇന്ന് ഞങ്ങൾ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് രാവിലെ ഉച്ചയ്ക്ക് അവിടെ നിന്നാണ് വരുന്ന വഴിക്ക് ടൂറ് പോകുന്ന ഒരുപാട് ബസ്സുകളുണ്ട്. അതിലൊരു ബസ്സിൽ ഞാൻ ഇത് ശ്രദ്ധിച്ചു, ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ചാട്ടവും DJ എന്തൊക്കെയാ. ഇല്ലൂമിനാറ്റി, പിശാച്ച് എന്നായി പറയുന്നത്. പിശാച്ച്, ശൈത്താന്മാർ. നമ്മുടെ മക്കൾക്ക് അറിയില്ലായിരിക്കും എന്തായി പറയണത്. പുതിയ പാട്ടാണ്, പുതിയ ട്രെൻഡാണ്. അത് പാടുന്ന ആളുകളെ കുറിച്ച്, അവരുടെ കരിയറിനെ കുറിച്ചൊന്നുമല്ല ഞാൻ പറയാം. പാട്ടിന്റെ കണ്ടന്റുകളിൽ ചില വിഷവിത്തുകൾ അടങ്ങിയിരിക്കുന്നുണ്ട് എന്നുപോലും അറിയാതെയാണ് യുവജനങ്ങൾ ഇതിന്റെ പിന്നാലങ്ങ് ചാടിക്കൂടുന്നത്. നമ്മൾ പറയുന്ന വാക്കുകൾ ഇന്ന السمع والبصر والفؤاد كل أولئك كان عنه مسؤولا. നിങ്ങൾ കേൾക്കുന്നതും കാണുന്നതും നിങ്ങൾ ആലോചിക്കുന്നതും ഇതിനെക്കുറിച്ചെല്ലാം നാളെ വിചാരണയുടെ നാളിൽ അല്ലാഹു നിങ്ങളോട് ചോദിക്കുക തന്നെ ചെയ്യും. എന്താ നിങ്ങൾ കേട്ടത്? എന്തായിരുന്നു നിങ്ങൾ? ഏതൊക്കെ റീലുകളാണ്, ഏതൊക്കെയാണ് നിങ്ങൾ സ്ക്രോൾ ചെയ്തത്? ഏതൊക്കെയാണ് നിങ്ങളുടെ കണ്ണുകളെ കൊണ്ട് കണ്ടത് എന്ന്. വൽ ബസ്വറ, നിങ്ങളുടെ കണ്ണുകളെ കുറിച്ച് നാളെ ചോദ്യമുണ്ട്. ഇന്ന സമഅ, കേൾവിയെ കുറിച്ച് ചോദ്യമുണ്ട്. വൽ ഫുആദ്, മനസ്സിലേക്ക് നിങ്ങൾ കോറിയെടുത്ത ചിന്തകളെ കുറിച്ചും നാളെ ചോദ്യമുണ്ട്. കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. ഇതിനെക്കുറിച്ചെല്ലാം നാളെ ചോദ്യമുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ. നമ്മൾ ആലോചിക്കാറുണ്ടോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും ومن يطع الله ورسوله فقد فاز فوزا عظيما. إنا عرضنا الأمانة على السماوات والأرض والجبال فأبين أن يحملنها وأشفقن منها وحملها الإنسان إنه كان ظلوما جهولا. ആകാശലോകങ്ങളോട് അല്ലാഹു ചോദിച്ചു. വിശാലമായി കിടക്കുന്ന ഭൂമികയോട് അല്ലാഹു ചോദിച്ചു. ഉയർന്നു നിൽക്കുന്ന മാമലകളോട്, പർവ്വതങ്ങളോട് അല്ലാഹു ചോദിച്ചു. പർവ്വതമേ, ഭൂമിയെ, ആകാശലോകങ്ങളെ, നിങ്ങളെ ഞാൻ ഏൽപ്പിക്കാൻ പോകുന്ന അമാനത്ത് നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുമോ? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അല്ലാഹു ജല്ല ജലാലുഹു അവനേകനാണ്, എല്ലാറ്റിനും കഴിവുള്ളവനാണ്, ജീവൻ നൽകിയതവനാണ്. ആ തന്ന ജീവൻ എടുക്കാനും അധികാരമുള്ളവൻ അല്ലാഹു തന്നെ. അതുകൊണ്ട് ആരാധിക്കപ്പെടാൻ അർഹതയുള്ളവൻ അല്ലാഹു മാത്രമാണ് എന്ന ഈ അമാനത്തിനെ നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുമോ? ഞാൻ പറയുന്നത് പോലെ നിങ്ങൾക്ക് ജീവിക്കാൻ സാധ്യമാണോ എന്ന് ആകാശലോകങ്ങളോട്, ഭൂമിയോട്, പർവ്വതങ്ങളോട് അല്ലാഹു ചോദിച്ചുവെന്ന് സൂറത്തുൽ അഹ്സാബ്
فأبين أن يحملنها وأشفقن منها. ആകാശലോകങ്ങൾ പറഞ്ഞു, അല്ലാഹുവേ ഞങ്ങൾക്ക് സാധ്യമല്ല. മാമലകൾ പറഞ്ഞു, റബ്ബേ ഞങ്ങൾക്കിത് ഏറ്റെടുക്കുക സാധ്യമല്ല. ആകാശഗംഗകളിലെ താരസമൂഹങ്ങൾ പറഞ്ഞു, ഞങ്ങളെ ഏൽപ്പിച്ചാൽ അത് അർഹിക്കുന്ന വിധം ആ അമാനത്തിനെ കൊണ്ടു നടക്കാൻ ഞങ്ങളെ കൊണ്ട് സാധ്യമല്ലെന്ന് പറയുകയും അവയൊക്കെ പേടിക്കുകയും ചെയ്തു. എന്നിട്ട് അല്ലാഹു പറയുന്നു, വഹമലഹൽ ഇൻസാൻ, മനുഷ്യൻ അത് ഏറ്റെടുത്തു. മനുഷ്യൻ പറഞ്ഞു, അല്ലാഹുവേ 5 നേരം നിസ്കാരമോ ഞാൻ ചെയ്യാം, റമദാനിലെ നോമ്പാണോ ഞാൻ എടുക്കാം, സകാത്തും ഹജ്ജുമല്ലേ അതെന്നെ കൊണ്ട് കഴിയുന്നതാണെങ്കിൽ ഞാൻ ചെയ്തിരിക്കും, സത്യം പറയലും ധർമ്മവും നീതിയും സത്യസന്ധതയും വിശ്വസ്തതയുമല്ലയോ എല്ലാം ഞാൻ കൊണ്ടു നടക്കാമെന്ന് റബ്ബിനോട് വാക്കു പറഞ്ഞ് ഏറ്റെടുത്തവനാണ് മനുഷ്യൻ. അല്ലാഹുവിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കാണാം, ഇന്നഹു കാന ളലൂമൻ ജഹൂലാ. ഇത്രമേൽ സ്വന്തത്തോട് അനീതി ചെയ്തവനും ഇത്രമേൽ അജ്ഞതയുള്ളവനുമാണല്ലോ മനുഷ്യനെന്ന് വിശുദ്ധ ഖുർആൻ. ആ അമാനത്താണ് എന്റെയും നിങ്ങളുടെയും കൈകളിൽ കിടക്കുന്നത്. ആ അമാനത്തിന്റെ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്നത് വീടുണ്ടാക്കാനും കുട്ടികളെ കെട്ടിക്കാനും അല്ല. അതൊക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് അങ്ങ് നടന്നു പോകും. ഇവിടെ വന്നത് തിന്നാനും കുടിക്കാനുമല്ല. അതൊക്കെ ജീവിതത്തിന്റെ അനിവാര്യതയാണ്. നമ്മുടെ ലക്ഷ്യം അല്ലാഹുവിനെ മനസ്സിലാക്കലാണ്. അല്ലാഹുവിനെ മനസ്സിലാക്കുക എന്ന ദൗത്യം ഏറ്റവും വ്യക്തമായും സ്പഷ്ടമായും നടക്കുന്നത് അല്ലാഹുവിന്റെ വചനങ്ങളിലൂടെ അല്ലാഹുവിലേക്ക് യാത്ര ചെയ്യുമ്പോഴാണ്. ശുദ്ധ ഖുർആനിലൂടെ ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ്. എവിടെ നിന്നാണ് പ്രപഞ്ചമുണ്ടായത് എന്ന ആദിമ മനുഷ്യന്റെ ചിന്ത തൊട്ട് പിഞ്ചു കുഞ്ഞുവരെ എവിടെ നിന്നാണ് ഇതൊക്കെ വന്നത്, ആരാണ് ഇതൊക്കെ കൊണ്ടുവന്നത്, എവിടെ നിന്നാണ് ഇതൊക്കെ ഉണ്ടായത്, ആരാണ് എന്നെ പടച്ചത്, ആരാണ് എന്റെ ചുറ്റുവട്ടങ്ങളിലുമുള്ള ഈ ലോകത്തെ പടച്ചത് എന്ന മനുഷ്യന്റെ ആദ്യ ചോദ്യങ്ങൾക്ക് മറുപടിയാണ് വിശുദ്ധ ഖുർആനിൽ ആദ്യം ഇറങ്ങിയ ആയത്ത്. ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. വായിക്കണേ ബിസ്മി റബ്ബിക്, അങ്ങയുടെ രക്ഷിതാവിന്റെ നാമത്തിൽ. ആ രക്ഷിതാവിന്റെ പേര് പോലും പറയാതെ അല്ലാഹു പറഞ്ഞു, നിങ്ങളുടെ രക്ഷിതാവ് നബിയേ അല്ലദീ ഖലഖ്, അവനാണ് എല്ലാം പടച്ചത്. He created everything that exists. ഈ ലോകത്തുള്ള സർവ്വതും പടച്ചതവനാണ്. അടുത്ത ചോദ്യം, ആരാ എന്നെ പടച്ചത്? ഖലഖൽ ഇൻസാന മിൻ അലഖ്. Created man from a drop of blood, from a sensitive drop of blood. മനുഷ്യനെ പടച്ചു ഒരു കൊച്ചു രക്തപിണ്ഡത്തിൽ നിന്ന്. ഇഖ്റഅ, വായിക്കണേ, വറബ്ബുകൽ അക്രം, അങ്ങയുടെ രക്ഷിതാവ് ദയാലുവാണ്. ദയാലുവിൽ നിന്നല്ലേ കിട്ടേണ്ടത്, ദയാലുവിൽ നിന്നല്ലേ സ്വീകരിക്കേണ്ടത്. അതുകൊണ്ട് ജീവിതത്തിൽ എന്തെല്ലാം കിട്ടണം, ലഭിക്കണമെന്ന് ആഗ്രഹമുണ്ടോ അതിന്റെ വഴി ഇഖ്റഅ ആണ്, പഠിക്കലാണ്, ഓതലാണ്. വായിക്കണം, നിങ്ങൾക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടും. അറിയണം, പഠിക്കണം, നിങ്ങൾക്ക് ലഭിക്കേണ്ടതെല്ലാം തരാൻ കഴിയുന്നവനായ അക്രമായ അല്ലാഹു നിങ്ങൾക്ക് കൂടെയുണ്ട്. അല്ലദീ അല്ലമ ബിൽ ഖലം, എഴുതി പഠിക്കണം, എഴുതാൻ പഠിപ്പിച്ചതവനാണ്. ഇദ്രീസ് അലൈഹിസ്സലാം എന്ന നബിയാണത്രേ ആദ്യമായി പേന കൊണ്ട് എഴുതിയത്. ആദം നബി കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് വന്ന നബിയാണ് ഇനോക്ക് എന്ന് ഇംഗ്ലീഷുകാരൻ വിളിക്കുന്ന ഇദ്രീസ് അലൈഹിസ്സലാം. പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചത് അല്ലാഹുവാണ്. അല്ലമൽ ഇൻസാന മാ ലം യഅലം, മനുഷ്യൻ അറിവില്ലാത്തതെല്ലാം മനുഷ്യനെ പഠിപ്പിച്ചതാണ് അല്ലാഹു. വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ. You have come out of the womb of your mothers and you did know nothing. ഉമ്മയുടെ ഉദരത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരുമ്പോഴേ നമുക്കൊന്നും അറിയില്ലായിരുന്നു, പിന്നൊക്കെ പഠിച്ചതാണ്.
ഉമ്മ പഠിപ്പിച്ചു, ഉപ്പ പഠിപ്പിച്ചു, കൂടെയുള്ള ആളുകൾ പറയുന്നത് കേട്ടു. വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും, നിങ്ങളുടെ ഉമ്മമാരുടെ ഉദരങ്ങളിൽ നിന്ന് നിങ്ങളെ ഭൂമിയിലേക്ക് അല്ലാഹു നിങ്ങളെ പറഞ്ഞേച്ചപ്പോൾ വഅൻതും ലാ തഅലമൂന ശൈആ, you knew nothing, ഒന്നും അറിയില്ലായിരുന്നു. നമുക്ക് അജ്ഞതയിലാണ് നമ്മൾ ജനിച്ചത്. എന്നിട്ട് ജ്ഞാനം നൽകിയത് അല്ലാഹുവാണ്. ആ റബ്ബിന്റെ അസ്തിത്വത്തെയാണ് സംസാരിക്കാനും എഴുതാനും ചിന്തിക്കാനും ഫിലോസഫി വായിക്കാനും സമയമാകുമ്പോഴേക്കും ആ റബ്ബിനെയാണ് ഒന്നും അറിയാതെ ജനിച്ച ഈ കുഞ്ഞായി ജനിച്ച മനുഷ്യൻ പിന്നെ നിരീശ്വരവാദം പറയുന്നത്, നിർമ്മിതവാദം പറയുന്നത്, ഇലാഹില്ലാവാദം പറയുന്നത്. എത്ര വലിയ അനീതിയാണ് മനുഷ്യൻ പടച്ചവനോട് ചെയ്യുന്നത്, എത്ര വലിയ അനീതിയാണ്. മുസനബി ചോദിച്ചു, അല്ലാഹുവേ ഒരു കാര്യം എനിക്ക് നിന്നോട് ചോദിക്കാണ്ട് റബ്ബേ, ഇറ്റ്സ് വൺ ആൻഡ് ഓൺലി റിക്വസ്റ്റ്. എന്താ മുസനബിയെ? പറഞ്ഞോളൂ. അല്ലാഹുവേ എന്നെ ഒരുപാട് ആളുകൾ കളിയാക്കുന്നുണ്ട്, നിന്നെക്കുറിച്ച് ഞാൻ ആളുകളോട് പറയുമ്പോ ബനൂ ഇസ്രായേലുകളിലെ ഈജിപ്തിലെയും സീനാ മരുഭൂമിയിലെയും എന്റെ ശത്രുക്കൾ എന്നെ കളിയാക്കുന്നുണ്ട്, പരിഹസിക്കുന്നുണ്ട് റബ്ബേ. അതുകൊണ്ട് അവരുടെ വായക്കൊന്ന് മൂടിക്കെട്ടാനൊന്ന് സഹായിക്കുമോ പടച്ചോനെ? അവരോടൊന്നും എന്നെ കളിയാക്കരുത് എന്നൊന്ന് പറഞ്ഞേക്കണേ. അല്ലെങ്കിൽ അവർക്ക് കളിയാക്കാനും പരിഹസിക്കാനും സർക്കാസം ചെയ്യാനും ഒരവസരം കൊടുക്കാതെ നീ എന്നെ ഒന്ന് സഹായിക്കണേ എന്ന് ചോദിച്ചപ്പോ അല്ലാഹു ജല്ല ജലാലു സയ്യിദുനാ മൂസ നബി അലൈഹിസ്സലാമിനോട് കൊടുത്തൊരു മറുപടിയുണ്ട്. മൂസ നബിയെ, ഞാൻ എനിക്ക് വേണ്ടി പോലും എൻ്റെ സൃഷ്ടികളോട് ചെയ്യാത്തതാണോ നിങ്ങൾ എന്നോട് ചെയ്യാൻ പറയുന്നത്? ഞാൻ പടച്ച എൻ്റെ സൃഷ്ടികൾ എന്നെ കുറിച്ച് പറയുന്നുണ്ട് ഞാൻ അവരുടെ പടച്ചവനല്ല. അവരുടെ വായൊന്നും ഞാൻ മൂടിക്കെട്ടിയിട്ടില്ല മൂസ നബിയെ. അത് മാത്രം നിങ്ങൾ എന്നോട് ചോദിക്കണ്ട. നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോ വേദനയുണ്ടെങ്കിൽ പടച്ചവനായ ഞാൻ, ആ രക്ഷിതാവായ ഞാൻ അവരുടെ രക്ഷിതാവല്ലെന്നവർ പറയുമ്പോ എനിക്കെത്ര വേദനയുണ്ട് മൂസ നബിയെ. അതുകൊണ്ട് ഇത് കർമ്മങ്ങളുടെ ലോകമാണ്. ഇത് ശിക്ഷയുടെയോ രക്ഷയുടെയോ ലോകമല്ല. അത് ആഖിറമാണ്. ഇവിടുന്ന് കർമ്മങ്ങൾ ചെയ്യാനുള്ള സർവ്വ പൊട്ടൻഷ്യലും എല്ലാ കഴിവുകളും നമ്മൾ കൊടുക്കും മനുഷ്യർക്ക്. അങ്ങനെ നമ്മൾ നോക്കുകയാണ്, വീക്ഷിക്കുകയാണ് അവരെന്തൊക്കെയാണ് ചെയ്യുന്നത്, എവിടെയൊക്കെ അവർ പോകും, എന്തൊക്കെ അവർ പാടും, എന്തൊക്കെ അവർ പറയും, എന്തൊക്കെ അവർ സംവിധാനിക്കും, എന്തൊക്കെ ചിന്തകൾ, വിഷവിത്തുകൾ അവരുടെ കലകളിലും സാഹിത്യങ്ങളിലും എഴുത്തുകളിലും സിനിമകളിലും കുത്തിക്കയറ്റി മനുഷ്യന്റെ മനസ്സിനെ മലിനമാക്കാൻ എവിടം വരെയൊക്കെ അവർ പോകുമെന്ന് നാം നോക്കുകയാണ്. മൂസ നബിയെ നോക്കണേ, എത്ര വലിയ ധിക്കാരമാണല്ലേ മനുഷ്യൻ അള്ളാഹുവിനോട് ചെയ്യുന്നത്. അള്ളാഹു നമ്മുടെ പടച്ച രക്ഷിതാവ് എന്റെ രക്ഷിതാവല്ല എന്ന് പറയുന്നത്, ഉദാഹരണം സ്വന്തം ഉമ്മയോട് നിങ്ങൾ എന്റെ ഉമ്മയല്ല എന്ന് പറയുന്നതിനേക്കാളും ഗൗരവമല്ലേ അത്? ഉപ്പയോട് നിങ്ങൾ എന്റെ ഉപ്പയല്ല എന്ന് പറയുന്നതിനേക്കാൾ. ഒരു കുഞ്ഞിനോട്, ഒരു കുഞ്ഞ് മാതാപിതാക്കളോട് ഇങ്ങനെ ഒരു വർത്തമാനം പറഞ്ഞാൽ അതുണ്ടാക്കുന്ന ആഘാതം എത്രയാണെന്ന് ആലോചിക്കുമ്പോഴറിയാം. ഇതൊക്കെ പടച്ച ഖാലിഖായ അല്ലാഹു, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, റീഡ് ഇൻ ദി നെയിം ഓഫ് യുവർ ലോർഡ് ഹു ക്രിയേറ്റഡ്. എല്ലാം സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. ആ പടച്ച തമ്പുരാനെ കുറിച്ച് അജ്ഞാനം പറയുന്ന, ഇല്ലാത്തത് വിളിച്ചു പറയുന്ന, ആരോപണങ്ങൾ ഉയർത്തുന്ന, കളിയാക്കുന്ന, പരിഹസിക്കുന്ന മനുഷ്യന്റെ ധാർഷ്ട്യത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണേ. ഇവിടെയാണ് ഖുർആൻ മനുഷ്യന്റെ പരിഹാരമായി അവതരിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖുൽ ജാഅൽ ഹഖ് വസഹഖൽ ബാതിൽ وقل جاء الحق وزهق الباطل إن الباطل كان زهوقا. പറയൂ നബിയേ, സത്യം വന്നിരിക്കുന്നു, അസത്യം ഇല്ലായ്മ ചെയ്യപ്പെട്ടിരിക്കുന്നു. അസത്യം എന്നെന്നും നാമാവശേഷമാകുന്നതു തന്നെയാണ്. വഖുൽ ജാഅൽ ഹഖ്, സേ the truth has come, സത്യം വന്നിരിക്കുകയാണ്. വസഹഖൽ ബാതിൽ, and falsehood is vanished.
ഇന്നൽ ബാതില കാന സഹൂഖാ, and false is ever vanisher. എന്നും നിലനിൽക്കാനും പിടിച്ചു നിൽക്കാനും കഴിയാതെ അന്ധകാരത്തിൽ അലിഞ്ഞു ചേരുന്നതാണ് അധർമ്മം, അസത്യം, അനീതി എന്ന് പറയൂ നബിയെ. ലോകത്തോട് പറയണേ, നീതി വന്നു കഴിഞ്ഞു. മനുഷ്യന്റെ യുക്തിക്ക് മനസ്സിലാവാൻ കഴിയുന്ന ആശയം, മനുഷ്യന്റെ ലോജിക്കിന് ബോധ്യപ്പെടുന്നത്, മനുഷ്യന്റെ റാഷണാലിറ്റിക്ക് സംവേദ്യമാകുന്നത്, മനുഷ്യന്റെ ചിന്തകളെ ഉയർത്തിപ്പിടിക്കുന്നത്, മനുഷ്യന് ലക്ഷ്യബോധം നൽകുന്നത്, അറിവിന്റെ ജ്ഞാനത്തിന്റെ അനന്തമായ സീമകളിലേക്ക് മനുഷ്യനെ ജ്ഞാനം നടത്തുന്ന, അറിവിന്റെ വഴികളിലേക്ക് തേരോട്ടം നടത്താൻ കഴിയുന്ന വിശുദ്ധ വചനങ്ങളായ വിശുദ്ധ ഖുർആനിന്റെ വാക്കുകൾ, ആയത്തുകൾ നമ്മുടെ മുമ്പിലുണ്ടായിരിക്കെ എവിടേക്കാണ് നമ്മൾ ഓടുന്നത്? എന്താ പിന്നെ നമ്മൾക്ക് വേണ്ടത്? അള്ളാഹുവിന്റെ വചനങ്ങളെ നമ്മൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ദാഹം തീരില്ല, ദാഹം തീരില്ല. ലാ തൻഖദി അജായിബു, അത്ഭുതങ്ങൾ അവസാനിക്കാത്തതാണ് ഈ ഗ്രന്ഥമെന്ന് മഹാനായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആകാശലോകത്തേക്ക് പോകുന്ന ഹബീബായ നബി തങ്ങളുടെ മിഅ്റാജിനെ കുറിച്ച് മിഅ്റാജ് എന്ന് പറയുന്നത് അറജ ഫിസ്സമാ എന്ന് അറബിയിൽ പറഞ്ഞാൽ സിഗ്സാഗായി വളഞ്ഞു പുളഞ്ഞ് മേലോട്ട് കയറുന്നതിനെയാണ്. ആകാശലോകത്തേക്ക് യാത്ര ചെയ്യുന്ന ഇന്നത്തെ ഏതെല്ലാം സ്പേസ് ഷട്ടിലുകളുണ്ടോ, സ്പേസ് ക്രാഫ്റ്റുകളുണ്ടോ, വാഹനങ്ങളുണ്ടോ, ആകാശലോകത്തേക്ക് യാത്ര പോകാൻ കഴിയുന്ന, സ്പേസിലേക്ക് യാത്ര പോകാൻ കഴിയുന്ന ഏത് വാഹനവും ഭൂമിയുടെ അന്തരീക്ഷ മണ്ഡലം കഴിഞ്ഞാൽ പിന്നെ വളഞ്ഞു പുളഞ്ഞുകൊണ്ടേ സഞ്ചരിക്കാൻ കഴിയൂ എന്ന് ഇന്ന് 21-ാം നൂറ്റാണ്ടിലെ സയൻസ് പറയുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് ആകാശലോകങ്ങളിലേക്ക് പോയ യാത്രയെ പുണ്യനബി പരിചയപ്പെടുത്തിയത് മിഅ്റാജ് എന്ന വാക്കുകൊണ്ടാണ്. സുഊദ് എന്ന വാക്കല്ല. സ്വൈദ എന്ന് പറഞ്ഞാൽ നേരെ കുത്തനെ കയറുക എന്നാണ്. മിഅ്റാജ് എന്ന് പറയുന്നത് വളഞ്ഞു പുളഞ്ഞ് യാത്ര ചെയ്യുക എന്നാണ്. ആകാശലോകത്തിന്റെ സംവിധാനം അങ്ങനെയാണത്രേ. ഒരു ഒബ്ജക്റ്റിന് പോലും കുത്തനെ കയറി പോകാൻ കഴിയില്ലെന്ന് ഇന്ന് പറയുമ്പോൾ 6-ാം നൂറ്റാണ്ടുകാർക്ക് പോലും മനസ്സിലാക്കാൻ പ്രയാസമുണ്ടായിരുന്നൊരു കാലത്ത് സയൻസിന്റെ അർത്ഥഗർഭമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന വചനങ്ങളാണ് ഹബീബായ നബി തങ്ങൾ സംസാരിച്ചത്. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. എത്രയാണ് നബിയെ ഭൂമിയിൽ നിന്ന് ആകാശത്തേക്കുള്ള ദൂരമെന്ന് സ്വഹാബിമാർ നബി തങ്ങളോട് ചോദിച്ചൊരു ചോദ്യമാണ്. നബി തങ്ങളെ എത്രയാണ് മാ ബൈന സമാഇ വൽ അർദ്, ആകാശ ഭൂമികൾക്കിടയിലുള്ള ദൂരം എത്രയാണ്? ഒരു റൊട്ടി വേണം, റൊട്ടിക്ക് കറി വേണം, പാല് വേണം, ഒട്ടകം വേണം, ആടിൻകുട്ടി വേണം എന്ന് നബി തങ്ങളോട് ആളുകൾ വന്ന് ചോദിച്ചിരുന്ന കാലത്ത് ഹബീബിന്റെ മജ്ലിസിലിരിക്കുന്ന സ്വഹാബിമാർ ഹബീബിനോട് ചോദിച്ച ചോദ്യങ്ങളുടെ ഒരു ഭംഗി നോക്കൂ. എത്രയാ നബിയെ ആകാശവും ഭൂമിയും തമ്മിൽ ഡിസ്റ്റൻസ് എത്രയാണ്? 500 വർഷത്തെ വഴിദൂരമാണ്. ആൽബർട്ട് ഐൻസ്റ്റൈന്റെയോ പ്രഗത്ഭരായ സയന്റിസ്റ്റുകളുടെയോ തിയറികൾ ലോകത്ത് വരുന്നതിന്റെ മുമ്പ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളോട് അവരുടെ ബുദ്ധിയോട് സംവദിക്കുകയായിരുന്നു. അറിവിന്റെ ലോകത്തേക്ക് അവരെ കൊണ്ടുപോയി. എന്താണ് പറഞ്ഞതിന്റെ ആശയം? അത് ഇന്ന് മനസ്സിലായി. എന്താണ് 500 years? അവര് ചോദിച്ചു, നബിയേ, 1-ാം ആകാശത്ത് നിന്ന് 2-ലേക്കുള്ള ദൂരം എത്രയാണ്? പറഞ്ഞു, ഭൂമിയിൽ നിന്ന് 1-ാം ആകാശം എന്ന് പറയുന്നത് നക്ഷത്രങ്ങളുടെ ലോകത്തിന്റെ ബൗണ്ടറിയാണ്, ബോർഡറാണ്. നക്ഷത്രങ്ങളും കഴിഞ്ഞു പോകണം. അങ്ങനെ ഒരു ബൗണ്ടറി ഇന്ന് പോലും സയൻസ് കണ്ടെത്തിയിട്ടില്ല. 1-ാം ആകാശം എവിടെയാണെന്ന് എന്ന് സയൻസിന് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. എവിടെയാ 1-ാം ആകാശം? ഖുർആൻ പറഞ്ഞു 7 ആകാശങ്ങൾ. 7 സമാവാതിൻ തിബാഖ മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത്. 7 layers of heavens, one above the other. ഒന്നിന് മീതെ മറ്റൊന്നായി 7 ആകാശങ്ങളെ സംവിധാനിച്ചവനാണ് അല്ലാഹു.
ആ ഒരു ആകാശത്തിന്റെ താഴെയാണ് വലഖദ് സയ്യന്ന السماء الدنيا بمصابيح وجعلناها رجوما للشياطين. We have decorated the lowest sky with the lamps of stars. നക്ഷത്രങ്ങൾ എന്ന വിളക്കുകളാൽ ഒന്നാം ആകാശത്തെ നാം അലങ്കരിച്ചിരിക്കുകയാണ്. സൂറത്തു തബാറക എന്നും ഓതിയാൽ രാത്രി ഓതുന്നവർക്ക് ഖബർ ശിക്ഷയില്ലെന്ന് നബി തങ്ങൾ പറഞ്ഞ ആ ഒരു പരിശുദ്ധമായ സൂറ. ഒന്നാം ആകാശത്തിന്റെ താഴെയാണ് നക്ഷത്രങ്ങൾ വരുന്നത് എന്ന് 6-ാം നൂറ്റാണ്ടുകാരന് പഠിപ്പിച്ചു കൊടുത്ത ഗ്രന്ഥമാണിത് ഖുർആൻ. നമ്മൾ മേലോട്ട് നോക്കിയതൊക്കെ ആകാശം എന്ന് പറയും. നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷത്തിനുള്ളിലായി ഇതൊക്കെ കിടക്കുന്നത്. ആ ആകാശമല്ല, വിശുദ്ധ ഖുർആൻ പറയുന്ന സമ. വലഖദ് സയ്യന്ന السماء الدنيا بمصابيح وجعلناها رجوما للشياطين وأعتدنا لهم عذاب السعير. ഒന്നാം ആകാശത്തെ നാം നക്ഷത്രങ്ങളെന്ന വിളക്കുകൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ഇത് ഖുർആൻ പറഞ്ഞത് 1400 കൊല്ലങ്ങൾക്ക് മുമ്പാണ്. ആലോചിക്കണം, ഇതാണ് ഈ ഖുർആൻ. നിസ്സാരമാണോ? യുഖവ്വിറുൽ ലൈല അലൻ നഹാർ, പകലിന്റെ മേൽ രാത്രിയെ അല്ലാഹു മൂടുപദം പുതപ്പിക്കുന്ന പോലെ പുതപ്പിക്കുന്നവനാണ്, ഓവർലാപ്പ് ചെയ്യുന്നവനാണ്. അല്ലാഹു പുതപ്പിക്കുകയാണ്. പുതപ്പിക്കുക എന്ന് പറയുന്നത്, യുഖവ്വിറു എന്ന് പറയുന്നത് ഖുറത്ത്, ഉരുണ്ട ഒരു സാധനത്തെ കവർ ചെയ്യുന്നതിനാണ് യുഖവ്വിറു എന്ന് പറയാ. അപ്പോഴാണ് മെല്ലെ മെല്ലെ രാവുകളാകുന്നത്, മെല്ലെ മെല്ലെ പകലുകളായി ഓരോ ഭൂമിയുടെ പ്രദേശങ്ങൾക്കും ബോധ്യപ്പെടുന്നത്. ഇപ്പോ നട്ടുച്ച നേരം നടക്കുന്ന സ്ഥലമാണ് USA, യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ. ഇപ്പൊ നട്ടുച്ച നേരം ആയി തുടങ്ങാൻ. ഉച്ചക്ക് 11 മണിയായിരിക്കും ചിലപ്പോ ന്യൂയോർക്ക് ടൈം നോക്കിയാൽ. ആലോചിച്ചു നോക്കൂ, അവിടെ പകലായി. അപ്പൊ പകലാണ്, നമുക്കിപ്പോ രാത്രിയാണ്. നമ്മളിപ്പോ രാത്രി ഇങ്ങ് മുന്നോട്ട് പോന്നു. ഇപ്പോ മഗ്രിബായി കൊണ്ടിരിക്കുന്ന രാജ്യങ്ങളുണ്ട്, ഇപ്പോഴും അസ്ർ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളുണ്ട്, ഇപ്പൊ ഫജറായിക്കൊണ്ടിരിക്കുന്ന സ്ഥലങ്ങൾ ഭൂമിയിലുണ്ട്. ഭൂമിയെ അല്ലാഹു ഒരു ബൗളിനെ പോലെ, ഒരു ഗോളാകൃതിയിലുള്ള സാധനത്തെ അല്ലാഹു പുതപ്പിക്കുന്ന. അതിനാണ് യുഖവ്വിറുൽ ലൈല അലൻ നഹാർ. ഇത് പറഞ്ഞത് ഭൂമി ഫ്ലാറ്റ് ആണ് എന്ന് പറയുകയും the doorway to hell is open there. അറ്റ്ലാന്റിക്കിന്റെയും പസഫിക്കിന്റെയും കരകൾ കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്നങ്ങോട്ട് നരകമാണ് തുടങ്ങുന്നത് എന്ന് വിശ്വസിച്ചിരുന്ന കൊളംബസിന്റെ കാലഘട്ടത്തിൽ നമ്മൾ ആലോചിച്ചു നോക്കണം. കെപ്ലർ വോയേജ് നടത്തുന്നതിന്റെ മുമ്പ് ഭൂമി കഴിഞ്ഞാൽ പിന്നെ നരകത്തിന്റെ കുഴിയാണ് എന്ന് പറഞ്ഞാൽ ഒരു പലക നിൽക്കുന്ന പോലെയാണ് ഭൂമി എന്ന് വിശ്വസിച്ചത് കേവലം 300 കൊല്ലങ്ങൾക്ക് മുമ്പാണ്. 300 കൊല്ലം മുമ്പ് ഭൂമി പരന്നതാന്ന് വിശ്വസിച്ചിരുന്നൊരു കാലഘട്ടം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, 1400 കൊല്ലം മുമ്പ് അത് പരന്നതാണെന്ന് തോന്നുന്നുവല്ലേ? കൈഫ സുതിഹത്, ഉരുണ്ട ഒരു സാധനത്തെ ഇങ്ങനെ പരത്തിത്തന്ന അള്ളാഹുവിന്റെ എഞ്ചിനീയറിംഗ്. അതാണ് അല്ലാഹു വഇലൽ അർളി കൈഫ സുതിഹത്. നിങ്ങൾ ഭൂമിയിലേക്ക് നോക്കുന്നില്ലയോ? അത് നിങ്ങൾക്ക് പരന്നതുപോലെ ഫീൽ ആവുന്നു അല്ലെ? ഉരുണ്ട ഒരു സാധനം. ഈ ഉരുണ്ടൊരു ഗ്ലോബിനകത്ത് 2/3 ഭാഗം വെള്ളമാണ്. ഒരു പന്തിന്റെ മേലെ വെള്ളം ഒഴിച്ചാൽ എല്ലായിടത്തേക്കും അങ്ങ് ഒഴുകിയെത്തൂലേ? എന്നാൽ ഭൂമിയിലെ കടലുകൾ കരയിലേക്ക് കരകയറി വരുന്നുണ്ടോ? കാപ്പാട് ബീച്ച് നമ്മുടെ അടുത്തല്ലേ ഉള്ളത്. ആ ബീച്ചിൽ വെള്ളം നിൽക്കുകയാണ്. ഉരുണ്ടൊരു സാധനമാണെങ്കിൽ ആ വെള്ളങ്ങൾ കവിഞ്ഞു വരണം. പക്ഷേ ഭൂമിയെ അല്ലാഹു സുതിഹത്, എങ്ങനെ പരത്തി എന്ന് പറയുന്ന അല്ലാഹുവിന്റെ എഞ്ചിനീയറിംഗ്. ആ എഞ്ചിനീയറിംഗിന്റെ മഹാത്ഭുതം അറിയാനാണ് അല്ലാഹു ചോദിക്കുന്നത്. ദ്രാവകമായി കിടക്കുന്ന ജലം, കോടിക്കണക്കിന് ഗാലൻ വോള്യൂമിൽ കിടക്കുന്ന വെള്ളം, ക്യൂബിക് വോള്യൂം കിടക്കുന്ന വെള്ളം നമ്മുടെ കരകളെ അതിജയിച്ച് കരകളിലേക്ക് കരകവിഞ്ഞൊഴുകി ഭൂമിയുടെ കരയെ അങ്ങ് മുക്കിക്കളയുന്നില്ലല്ലോ. കടലുകളെ കരയിൽ നിർത്താൻ മാത്രം മനോഹരമായ രീതിയിൽ ഭൂമിയുടെ എഞ്ചിനീയറിംഗ് നിർവഹിച്ചതാരാണ്?
നിങ്ങൾ ആലോചിക്കണമെന്ന് ചോദിച്ചത് 1400 കൊല്ലങ്ങൾക്ക് മുമ്പാണ്. ഇങ്ങനെ മനുഷ്യന്റെ ധൈഷണികതയെ, മനുഷ്യന്റെ ബുദ്ധിയെ, മനുഷ്യന്റെ യുക്തിയെ, മനുഷ്യന്റെ റീസണിങ് ഇതിനെ തൊട്ടുണർത്തിയ അള്ളാഹുവിന്റെ വചനമാണ് നമ്മുടെ കൈകളിൽ കിടക്കുന്ന പരിശുദ്ധമായ ഖുർആൻ. ഇത് നമ്മുടെ കയ്യിലുണ്ടായിട്ടാണോ ഇല്ലൂമിനാറ്റി പാടി നടക്കുന്നത്? നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وننزل من القرآن ما هو شفاء ورحمة للمؤمنين ولا يزيد الظالمين إلا خسارا. وننزل من القرآن പരിശുദ്ധമായ ഖുർആൻ നബിയെ അങ്ങേക്ക് നാം അവതരിപ്പിച്ചു തരുന്നു. എന്താണ് ഖുർആൻ എന്നറിയണേ? മാ ഹുവ ശിഫാഉം വറഹ്മ. ഇത് ശിഫയാണ്, ഇത് ശമനമാണ്, ഇത് രോഗങ്ങൾക്കുള്ള ക്യൂർ, ഇത് മെഡിസിനാണ്, ഇത് അസുഖങ്ങൾക്ക് മെഡിസിനാണ്, മനസ്സുകൾക്ക് മരുന്നാണ്, ചിന്തകൾക്ക് മരുന്നാണ്, ശരീരത്തിന് മരുന്നാണ്. വറഹ്മ, ഇത് കാരുണ്യമാണ്, ഇത് റഹ്മത്താണ്. അതുകൊണ്ട് അവിടുന്ന് പറയുമായിരുന്നു, ഏതെങ്കിലും ഒരു മനുഷ്യന്റെ, ഒരാണിന്റെയോ ഒരു പെണ്ണിന്റെയോ ഹൃദയത്തിനുള്ളിൽ ഖുർആൻ മനപ്പാഠമുണ്ടെങ്കിൽ ആ ഹൃദയത്തെ അല്ലാഹുവിന്റെ നരകം തൊടുകയില്ലെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് റഹ്മത്താണ്. അള്ളാന്റെ റഹ്മത്ത് എന്ന് പറയുന്ന റബ്ബിന്റെ വചനങ്ങൾ ഓതിപ്പടിച്ച് ഹിഫ്ദ് ചെയ്ത് മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു മനസ്സിനെ ഇങ്ങനെയാണ് നരകം തൊടുന്നത് എന്ന് പുണ്യനബി ചോദിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് റഹ്മത്താണ്, ഇത് കരുണയാണ്, ഇത് ശിഫയാണ്, ഇത് മരുന്നാണ്, ഇത് പരിഹാരമാണ്, ഇത് മനുഷ്യന്റെ മനസ്സുകൾക്ക് ഇറങ്ങുന്ന അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന പ്രത്യേകമായ അള്ളാഹു നൽകുന്ന മരുന്നാണ്, ശിഫയാണ് ഖുർആൻ. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. ഇത് അള്ളാഹുവിന്റെ വചനമാണ് എന്ന് ഖൽബിൽ വിശ്വാസമുള്ള ആളുകൾക്കേ അതുള്ളൂ, ഈമാനുള്ളവർക്കേ അതുണ്ടാവുകയുള്ളൂ. അല്ലാത്തവർക്ക് പുസ്തകങ്ങളിൽ ഒരു പുസ്തകം, അല്ലാത്തവർക്ക് എഴുത്തുകളിൽ ഒരു എഴുത്ത്, വാക്കുകളിൽ ചില വാക്കുകൾ എന്നതിനപ്പുറം അള്ളാഹുവിന്റെ വെളിച്ചം ഉൾക്കൊള്ളാൻ കഴിയുന്നത് സത്യത്തിൽ ഈമാനുള്ളവർക്കാണ്. വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറാ. പടച്ചവനെ നിഷേധിക്കുകയും അല്ലാഹു ഇല്ല എന്ന മനസ്സോടുകൂടെ ഈ ഗ്രന്ഥത്തെ സമീപിക്കുകയും ചെയ്യുന്നവർക്ക് പരാജയമല്ലാതെ മറ്റൊന്നുമല്ല ഉണ്ടാവുക. എന്നാൽ വിശ്വാസികൾക്ക് ഇത് ശമനമാണ്, ഇത് മരുന്നാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു മഹാനവറുടെ കൂടെ 7ഓളം സ്വഹാബിമാർ ഒരു താഴ്വരയിലൂടെ യാത്ര പോകുമ്പോൾ ഹബീബിന്റെ സ്വഹാബിമാർ മഹാനായ ചക്രവർത്തി പെരുമാൾ എന്ന് പറയുന്ന ചേരമാൻ പെരുമാൾ പുണ്യനബിയുടെ അരികത്തേക്ക് വന്നു എന്ന് പറയുന്ന ഹദീസിനെ റിവായത്ത് ചെയ്ത സ്വഹാബിയാണ് അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ യാത്ര പോകുമ്പോൾ ഒരു കൂട്ടം ആളുകൾ ഓടി വന്ന് പറഞ്ഞു, നിങ്ങൾ മുഹമ്മദ് നബിയുടെ അനുയായികളാണല്ലേ? അതെ. ഇന്ന സയ്യിദൽ ഖൗമി സലീം, ഞങ്ങളുടെ ഗോത്രത്തിന്റെ തലവന് പാമ്പുകടിയേറ്റിട്ടുണ്ട് എന്ന് പറഞ്ഞു. സലീം എന്ന് പറഞ്ഞാൽ പാമ്പുകടിയേറ്റ ആൾക്ക് സലീം എന്ന് പറയാറുണ്ട്. രക്ഷപ്പെട്ടവൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അത് ഓപ്റ്റിമിസം കൊണ്ട് പറയാണ്. പാമ്പ് കടിയേറ്റ ആള് സലീമായി രക്ഷപ്പെടൂല, പക്ഷെ ആള് രക്ഷപ്പെടട്ടെ എന്ന ആഗ്രഹം കൊണ്ട് അറബികളിട്ട പേരാണ് പാമ്പ് കടിയേറ്റ ആൾക്ക് സലീം എന്ന് പറയുന്നത്. ഇതുപോലെ
മരുഭൂമിക്ക് മഫാസ എന്ന് പറയും. മഫാസ എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുന്ന സ്ഥലമെന്നാണ്. മരുഭൂമിയുടെ നടുവിൽ ഒരാൾ വിട്ടുപോയാൽ രക്ഷപ്പെടാൻ ഒരു സാധ്യതയില്ല. അതുകൊണ്ട് അവർ പറയും ഓപ്പോസിറ്റ് പേര് കൊണ്ട് പേരിട്ടതാണ്. രക്ഷപ്പെടാത്തൊരു സ്ഥലത്തിന് രക്ഷപ്പെടുന്ന സ്ഥലം എന്ന് പറയും. എന്തിന്? അതൊരു ശുഭാപ്തി വിശ്വാസമാണ്. ആരെങ്കിലും പെട്ടുപോയാൽ രക്ഷപ്പെടട്ടെ. വല്ല ഓഫ് റോഡിനും പോയി 4x4 വണ്ടി അങ്ങ് കേടായിപ്പോയി, വല്ല മരുഭൂമി ബാറ്ററിയും മൊബൈലിന്റെ ബാറ്ററി അങ്ങ് തീർന്നാൽ, ഒരു നെറ്റ്വർക്ക് സംവിധാനം വർക്ക് ചെയ്യാതിരുന്നാൽ എവിടെ നിന്ന് രക്ഷപ്പെടാൻ? അള്ളാന്റെ വല്ല സഹായത്തിൽ ഇറങ്ങേണ്ടി വരും. പക്ഷേ ആളുകൾ പറയും അത് മഫാസ, മരുഭൂമിയുടെ പേര് രക്ഷപ്പെടുന്ന സ്ഥലമെന്നാണ്, രക്ഷപ്പെടാത്തതാണ്. എന്നതുപോലെ സലീം, ഞങ്ങളുടെ ഗോത്രത്തിന്റെ നേതാവിന് തേളിന്റെയോ പാമ്പിന്റെയോ കടിയേറ്റ് വിഷം ബാധിച്ചു കിടക്കുകയാണ്. ഞങ്ങൾക്കറിയുന്ന മരുന്നുകളൊക്കെ ഞങ്ങൾ പരീക്ഷിച്ചു. ഹൽ ഫീകും മിൻ റാഖ്, നിങ്ങളിൽ ആരെങ്കിലും പരിശുദ്ധ വചനങ്ങളോതി മന്ത്രിച്ചൂതി കൊടുക്കാൻ കഴിയുന്നവരുണ്ടോ? ഈ ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസാണ്. അവര് പറഞ്ഞു നഅം, ഞങ്ങളത് ചെയ്യാം. എവിടെയാണ് നിങ്ങളുടെ രോഗി? പക്ഷേ ഞങ്ങൾ യാത്രക്കാരാണ്, ഞങ്ങൾക്ക് യാത്ര നടത്തണം, ഞങ്ങൾക്ക് യാത്രക്ക് ചെലവുണ്ട്. ഞങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരുന്ന ഉപകാരം കൊണ്ട് അള്ളാഹു അങ്ങാനും ശിഫ നൽകുകയാണെങ്കിൽ, നിങ്ങളുടെ നേതാവിന്റെ ദേഹത്ത് നിന്ന് വിഷം താഴെ ഇറങ്ങുകയാണെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങൾ പാരിതോഷികം വല്ലതും തരണം. അവർ പറഞ്ഞു ഞങ്ങൾ തരാം. ഒരു കൂട്ടം ആടുകൾ തന്നെ ഞങ്ങൾ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ മഹാനായ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ആ തേളോ പാമ്പോ കടിച്ച മനുഷ്യന്റെ തലയിൽ കൈവച്ചുകൊണ്ട് ഓതിക്കൊടുത്തു 7 പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. 7 തവണ ആ മനുഷ്യന്റെ തലയിൽ കൈവച്ച് ഊതിക്കൊടുത്തു അബൂ സഈദ് അൽ ഖുദ്രി തങ്ങൾ മന്ത്രിച്ചൂതി കൊടുത്തു വിശുദ്ധ ഖുർആൻ. ബോധം കെട്ടുപോയൊരു മനുഷ്യൻ ബോധം തെളിഞ്ഞ് എഴുന്നേൽക്കുന്ന പോലെ ആ മനുഷ്യൻ എഴുന്നേറ്റിരുന്നു. അദ്ദേഹത്തിന്റെ വിഷമിറങ്ങി എന്ന് പറയുന്നത് ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അതിന്റെ റാവിയാണ് മഹാനായ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു. ഒരു കൂട്ടം ആടുകൾ അവർ കൊടുത്തുവല്ലോ. മഹാന്മാരായ സ്വഹാബിമാർ പറഞ്ഞു, അബൂ സഈദേ, ഈ ആടുകളെ നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമ്മുടെ ഹബീബിനോട് ചോദിച്ചിട്ട് പോരെയോ? അതുകൊണ്ട് ഈ ആടുകളെ പാല് കറക്കുകയോ മാംസത്തിന് ഉപയോഗിക്കുകയോ ചെയ്യണ്ട, നമ്മൾ ഒന്ന് കാത്തിരിക്കുക, ഹബീബിന്റെ അരികം വരെ എത്തട്ടെ, പുണ്യ നബിയോടൊന്ന് പറയാം. അങ്ങനെ മദീനയിലെത്തി ഹബീബായ നബി തങ്ങളോട് അവർ പറഞ്ഞു, നബിയേ ഇങ്ങനെ സംഭവിച്ചു നബിയേ, ഞങ്ങൾ അവർക്ക് മന്ത്രിച്ചൂതി കൊടുത്തു. 7 തവണ സൂറത്തുൽ ഫാത്തിഹ ഓതി കൊടുത്തതേ ഉള്ളൂ, അയാളുടെ വിഷം നീങ്ങി. തങ്ങൾ ചോദിച്ചു, അബൂ സഈദേ, ഇത് തന്നെയാണ് മന്ത്രിച്ചൂതി കൊടുക്കുന്ന ഇബാദത്ത് എന്ന് പറയുന്ന ആ പുണ്യമായ കർമ്മമാണ് നിങ്ങൾ ചെയ്തത് എന്ന് നിങ്ങൾക്കറിയില്ലയോ? അതിനവർ നിങ്ങൾക്ക് തരുന്ന വേതനം, നിങ്ങൾക്ക് തന്ന സമ്മാനം നിങ്ങൾക്ക് സ്വീകരിക്കാം. എനിക്കും ഒരു ഓഹരി നിങ്ങൾ തന്നോളൂ എന്ന് പുണ്യ നബി തങ്ങൾ അവർക്ക് ആത്മവിശ്വാസം കിട്ടാൻ വേണ്ടി എനിക്കും ഒരു ഓഹരി നിങ്ങൾക്ക് തരാമെന്ന് ഹബീബായ നബി തങ്ങൾ അവരോട് പറഞ്ഞു എന്ന് പറയുന്നത് ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ച സ്വഹീഹുൽ ബുഖാരിയിൽ വന്ന ഹദീസാണ്. ഈ ഖുർആൻ ശിഫയാണ്, ഈ ഖുർആൻ ശിഫയാണ്, ശിഫയാണ് ലിൽ മുഅ്മിനീൻ. ഹൃദയങ്ങളിൽ ആർക്ക് ഈമാനുണ്ടോ ആ ഈമാനുള്ളവർക്ക് ശിഫയാണ് ഖുർആൻ. വറഹ്മ, ഇത് കരുണയാണ്, ഇത് റഹ്മത്താണ്, ഇത് റഹ്മത്താണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിയായ ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു അൻഹു വെള്ളിയാഴ്ച രാവിൽ സൂറത്തുൽ കഹ്ഫ് ഓതിക്കൊണ്ടിരിക്കുകയാണ്. സൂറത്തുൽ കഹ്ഫ് ഓതിക്കൊണ്ടിരിക്കുമ്പോഴേ ആകാശത്ത് നിന്ന്
എന്തോ ഒന്ന് കണ്ട് തന്റെ ഒരു റൂമിൽ, അന്നത്തെ വീടുകൾ ഒരു റൂം, കിടന്നുറങ്ങാൻ തൊട്ടടുത്ത് അവരുടെ കുതിരകളെ ആടുകളെ കെട്ടിയിടാൻ സ്റ്റേബിളാണ് ഒരു റൂം അവരുടെ കിച്ചനാണ്, ബെഡ്റൂമാണ്, ലിവിംഗ് റൂമാണ്. അബൂ സഈദ് മഹാനായ ഉസൈദ് ഇബ്നു ഹുളൈർ റളിയല്ലാഹു അൻഹുവിന്റെ കുതിര മഹാനവറുകൾ സൂറത്തുൽ കഹഫ് മനോഹരമായി ഓതിക്കൊണ്ടിരിക്കുമ്പോഴേ ആ കുതിരയുടെ കാലിട്ടടിച്ചത് ആകാശത്തേക്ക് കണ്ണുയർത്തി എന്തൊക്കെയോ ശബ്ദിക്കുന്നത് കണ്ടപ്പോഴേ ഓത്ത് നിർത്തിയിട്ട് പുറത്തേക്ക് വന്നു നോക്കുമ്പോ ആകാശലോകത്ത് നിന്ന് ഒരു മേഘം താഴേക്ക് ഇറങ്ങി വന്നു. നൂറുകണക്കിന് വിളക്കുകൾ, മെഴുകുതിരികൾ കത്തിച്ചു വെച്ച പോലെ മനോഹരമായ മേഘക്കൂട്ടങ്ങൾ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതാണ്. ഖിറാത്ത് നിർത്തിയപ്പോഴേ ആ മേഘം മേലോട്ട് തന്നെ കയറിപ്പോകുന്നത് ഉസൈദ് ഇബ്നു ഹുളൈർ റളിയല്ലാഹു അൻഹു കണ്ടു. വീണ്ടും ഖുർആൻ ഓതി തുടങ്ങി. അല്പനേരം കഴിഞ്ഞപ്പോഴേക്കും കുതിര ഇത് കണ്ടുകൊണ്ട് ചാടുകയാണ്. ഇപ്പുറത്ത് സ്വന്തം പിഞ്ചു മോന് കിടക്കുന്നുണ്ട്. ആ മോനെ ചവിട്ടുമോ എന്ന് പേടിച്ച് ഓത്ത് നിർത്തിവെച്ച് പുറത്തു വന്ന് കുതിര നോക്കുന്നിടത്തേക്ക് നോക്കുമ്പോൾ ആകാശലോകത്ത് നിന്ന് മനോഹരമായ മേഘപടലങ്ങൾ താഴേക്ക് വിളക്കുകളാൽ അലങ്കൃതമായി ഇറങ്ങി വന്നത് കണ്ടു. വീണ്ടും അത് മേലോട്ടുയർന്നു. നേരെ പോയി സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് ഇലാ ഹദറത്തി റസൂലില്ലാഹ്, ലോകത്തിന്റെ ഗുരുവിന്റെ മുമ്പിലേക്ക് ആരാണോ ഈ വിശുദ്ധ ഗ്രന്ഥം ലോകത്തിന് സമ്മാനിച്ചത് ആ ഹബീബായ തങ്ങളുടെ അരികത്തേക്ക് ഓടിച്ചെന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ലോകത്തിന്റെ ഗുരുവേ, അല്ലാഹുവിന്റെ ദൂതരെ, ഞാൻ ഇങ്ങനെ കണ്ടു നബിയെ. എന്താണ് അതിന്റെ പൊരുൾ? എന്തായിരിക്കും ഞാൻ ആ കണ്ടത്? പുണ്യനബി പറഞ്ഞു, സയ്യിദ് ഇബ്നു ഹുളൈറേ, تلك السكينة نزلت لتلاوتك لقراءتك. നിങ്ങൾ വിശുദ്ധ ഖുർആൻ ഓതിയത് കാരണം ആകാശലോകത്ത് നിന്ന് ഇറങ്ങി വന്ന സമാധാനമായിരുന്നു അത്. മാലാഖമാരുടെ റഹ്മത്തിന്റെ വർഷമായിരുന്നു അത്. നിങ്ങളെങ്ങാനും നിങ്ങളുടെ പാരായണം നിർത്തിവെക്കാതെ നേരം പുലർന്ന് സൂര്യൻ ഉദിക്കുവോളം നിങ്ങൾ ഓതിയിരുന്നുവെങ്കിൽ ജനങ്ങൾക്ക് അവരുടെ കണ്ണുകൊണ്ട് തന്നെ ഈ മേഘപടലങ്ങളാൽ, മേഘങ്ങൾ ദീപാലങ്കൃതമായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ഈ സക്കീനത്തും സമാധാനവും റഹ്മത്തും ജനങ്ങൾക്ക് കാണാൻ കഴിയുമായിരുന്നു. എന്തേ നിങ്ങൾ ഓത്ത് നിർത്തിവെച്ചത് എന്ന് ചോദിച്ചു. ഉസൈദ് ഇബ്നു ഹുളൈർ റളിയല്ലാഹു അൻഹുവിനോട് ചില അനുഭവങ്ങള് പുണ്യ നബിയുടെ കാലത്തും അതിനുശേഷവും അല്ലാഹു നൽകുന്നത് നമുക്കൊക്കെ ബോധിക്കാൻ വേണ്ടിയാണ്. അത്ഭുതങ്ങൾ കണ്ടുകൊണ്ടല്ല ഇസ്ലാം വളരുന്നത്. നമ്മൾ അത്ഭുതങ്ങളല്ല വിശ്വസിക്കുന്നത്, ശുദ്ധ ഖുർആനും തിരുനബിയുടെ സുന്നത്തും. അതാണ് നമ്മുടെ പ്രമാണം. ആ പ്രമാണങ്ങളെ ശരിവെക്കുന്ന അത്ഭുതങ്ങൾ നമ്മുടെ ഈമാൻ വർദ്ധിക്കാൻ വേണ്ടി. ഇബ്രാഹിം നബി ചോദിച്ച പോലെ, അല്ലാഹുവേ കൈഫ തുഹയിൽ മൗതാ, എങ്ങനെയാണ് മരിച്ചവരെ നീ ജീവിപ്പിക്കുന്നത് എന്ന് എനിക്കൊന്ന് കാണിച്ചു തരുമോ? ഖാല വലം തുഅ്മിൻ, ഇബ്രാഹിം നബിയെ നിങ്ങൾക്ക് വിശ്വാസമില്ലേ? ഖാല ബലാ, ഉണ്ട് റബ്ബേ, വലാകിൻ ലിയത്മഇന്ന ഖൽബി, ജീവനില്ലാതെ ചേതനയേറ്റ് കിടക്കുന്ന മാംസകഷ്ണങ്ങൾക്ക് അല്ലാഹുവേ നീ ജീവൻ കൊടുക്കുന്നത് കാണുമ്പോ എന്റെ മനസ്സിനൊരു സമാധാനവും ഒരു സായുജ്യവും അടയാനാണ്. അതുകൊണ്ട് അല്ലാഹുവേ എനിക്കത് കാണിച്ചു തരുമോ എന്ന് ചോദിച്ച ആ ഒരു ദലാലത്ത് ചോദിച്ചത് ഹൃദയത്തിന് സമാധാനം കിട്ടാൻ. അങ്ങനെ ഒരു സമാധാനം കിട്ടാനാണ് ഖുർആനിനെ ചൊല്ലിയുള്ള അത്ഭുതങ്ങള്. ഇതുപോലെയുള്ള സംഭവങ്ങൾ തിരുമേനിയുടെ കാലഘട്ടത്തിലും അതിനുശേഷവും അല്ലാഹു നമ്മുടെ കണ്ണുകൾ കാണിച്ചു തരുന്നത്. ഇത് ശിഫയാണ്, ഇത് റഹ്മത്താണ്, ഇത് മുഅ്മിനീങ്ങൾക്ക് വിജയമാണ് എന്ന് അല്ലാഹു ഊതിത്തരുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَنُنَزِّلُ مِنَ الْقُرْآنِ مَا هُوَ شِفَاءٌ وَرَحْمَةٌ لِّلْمُؤْمِنِينَ وَلَا يَزِيدُ الظَّالِمِينَ إِلَّا خَسَارًا. എത്രയോ ആളുകൾക്ക് ദീനിലേക്ക് കടന്നു വരാൻ വഴി വിളക്കായി മാറിയതാണിത്.
ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ്സമൂം. നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹ പുണ്യനബി തങ്ങളോടുകൂടെ 9 വർഷം ജീവിച്ച മഹദിയാണത്. 18 വയസ്സ് പ്രായമാകുമ്പോൾ ഹബീബായ നബി തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞ വിധവയായ നമ്മുടെ ഉമ്മയാണ് ബിന്തു സിദ്ദീഖ് അൽ മുബറഅതു മിൻ ഫൗഖി 7 സമാവാത് ഉമ്മുനാ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു ആരോപണവുമായി ബന്ധപ്പെട്ട് അന്നത്തെ ചില അന്നത്തെ ചില കപടവിശ്വാസികളായ ആളുകൾ പറഞ്ഞു പരത്തിയുണ്ടാക്കിയ ഒരു കെട്ടുകഥ. ആ കെട്ടുകഥ നുണയാണ്, അത് കെട്ടുകഥയാണ് എന്ന് അള്ളാഹു തെളിയിച്ചത് സൂറത്തുൻ നൂറിലെ 11ഓളം ആയത്തുകൾ ഇറക്കിക്കൊണ്ടാണ്. ആയിഷ ബീവി പറയുമായിരുന്നു, എന്റെ വിഷയം അത്രമേൽ ഗൗരവമുള്ളതാണെന്ന് പോലും എനിക്ക് തോന്നിയിരുന്നില്ല. ലോകാവസാനം വരെ ഓതുന്നവർക്ക് ഞാൻ നിരപരാധിയാണ് എന്ന് ബോധ്യപ്പെടാനുള്ള ആയത്തുകളായി എന്റെ വിഷയത്തിൽ അല്ലാഹു സൂറത്തുൻ നൂറിൽ ആയത്തുകൾ ഇറക്കുമെന്ന് പോലും ഞാൻ വിചാരിച്ചിരുന്നില്ല എന്ന് പറഞ്ഞ നമ്മുടെ ഉമ്മയാണ് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. പുണ്യനബി തങ്ങളെ കുറിച്ച് താബിഈങ്ങൾ വന്ന് ചോദിച്ചു, ആയിഷ ബീവി, ഹബീബിനെ കുറിച്ച് ഞങ്ങൾ ഒരുപാട് കേട്ടു. ആ ഹബീബിന്റെ ജീവിതം എങ്ങനെയാണെന്ന് ഒരു രത്ന ചുരുക്കം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയുമോ? അതിരുകളില്ലാത്ത വാക്കുകളിൽ, അനർഘനീയമായ വിവരണങ്ങളിൽ, അണമുറിയാത്ത ജലപ്രവാഹം പോലെ ഹബീബിന്റെ ജീവിതത്തെ വിശദീകരിക്കാൻ കഴിഞ്ഞ ചരിത്ര പണ്ഡിതന്മാരുണ്ട്. ആയിഷ ബീവി ഞങ്ങൾക്ക് ഒന്ന് ചുരുക്കി പറയുമോ? വളരെ ഷോർട്ട് ആൻഡ് പ്രിസൈസ്. എന്തായിരുന്നു ഹബീബിന്റെ ജീവിതം? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ എന്ന പണ്ഡിത കൊടുത്ത മറുപടിയുണ്ട്. പുണ്യനബിയുടെ ജീവിതം കാന ഖുലുഖുഹു അൽ ഖുർആൻ, വിശുദ്ധ ഖുർആനായിരുന്നു. അവിടുത്തെ ജീവിതം ഖുർആനായിരുന്നു. കാന ഫീ ഖിദ്മതി അഹ്ലിഹി, പുണ്യനബി തങ്ങൾ വീട്ടുകാരികളായ വീട്ടുകാര്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കുന്നവരായിരുന്നു നബി തങ്ങൾ. വീട്ടുവേല ചെയ്യും. കാന യഖ്നിസുൽ അർള, പുണ്യനബി വീട് അടിച്ചു വാരിയിട്ടുണ്ട് എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. നബി തങ്ങൾ ചൂലെടുത്ത് വീടടിച്ചു വാരിയിട്ടുണ്ട്. വയഹ്ലിബുഷാഹ്, പുണ്യനബി ഞങ്ങൾ എടുത്ത ആടിനെ കറന്നിട്ടുണ്ട്, മിൽക്ക് ചെയ്തിട്ടുണ്ട്. പുണ്യനബി ഞങ്ങൾ പാല് കറന്നിട്ടുണ്ട് ആടിന്റെ. അവിടുത്തെ ചെരുപ്പ് കേടുവന്നത് പുണ്യനബി ഞങ്ങൾ നന്നാക്കിയിട്ടുണ്ട്. പുണ്യനബി ഞങ്ങൾ കീറിപ്പോയ ഹബീബിന്റെ വസ്ത്രം സൂചിയും നൂലുമെടുത്ത് നബി ഞങ്ങൾ തുന്നിയിട്ടുണ്ട്. ഞങ്ങളോട് തമാശ പറയുമായിരുന്നു ഞങ്ങളുടെ വീടുകളിൽ വരുമ്പോ. എന്നാൽ പള്ളിയുടെ മുനാരത്തിൽ നിന്ന് ബിലാൽ എന്നവരുടെ വാങ്കുളി ഉയരുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. വിഷയങ്ങളിൽ ഏറ്റവും വലിയ വിഷയം ലോകരക്ഷിതാവിന്റെ വിഷയമാണ്, സൃഷ്ടാവിന്റെ വിഷയമാണ് അക്ബറായത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ഹയ്യ അലസ്സലാഹ്, നിസ്കാരത്തിലേക്ക് വരണേ, ഹയ്യ അലൽ ഫലാഹ്, വിജയത്തിലേക്ക് വരണേ എന്ന് വാങ്കുലി കേട്ടാൽ ഖറജ മിൻ ബൈനിനാ, വീട്ടിൽ ഞങ്ങളോടൊപ്പം തമാശ പറയുന്ന നബി തങ്ങൾ ഞങ്ങൾക്കിടയിൽ നിന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങും. കഅന്നഹു ലം യഅരിഫ്നാ വലം നഅരിഫുഹു, നബിക്ക് ഞങ്ങളെയോ ഞങ്ങൾക്ക് നബിയെയോ അറിയില്ലാത്ത പോലെ, ഒരു പരിചയവുമില്ലാത്ത പോലെ നിസ്കാരത്തിലേക്ക് നബി ഞങ്ങൾ ഓടിയെടുക്കും. അവിടെ നിന്ന് പറയുമായിരുന്നു, ഹബ്ബിബ ഇലയ്യ മിൻ ദുനിയാകുമുത് ത്വയ്ബു വന്നിസാ, നിങ്ങളുടെ ഈ ദുന്യാവിൽ എനിക്കിഷ്ടപ്പെട്ട 2 എണ്ണമുണ്ട്. ഒന്നെന്റെ കുടുംബിനികൾ, എന്റെ ഭാര്യമാർ. പിന്നെ പറഞ്ഞു വത്വീബ്, സുഗന്ധം എനിക്കിഷ്ടമാണ്, സുഗന്ധം എനിക്കിഷ്ടമാണ്, എന്റെ ഭാര്യമാരെ എനിക്കിഷ്ടമാണ്.
എന്നാൽ വജുഇലത് ഖുർറതു ഐനി ഫിസ്സലാഹ്, എൻ്റെ കണ്ണിൻ്റെ കുളിർമ, എൻ്റെ ആനന്ദം ഞാൻ ആസ്വദിക്കുന്നത് ഞാൻ അല്ലാഹുവിൻ്റെ മുമ്പിൽ അല്ലാഹു അക്ബർ എന്ന് ചൊല്ലി നിൽക്കുമ്പോഴാണ്. നിസ്കാരമാണ് എൻ്റെ ആനന്ദം, നിസ്കാരമാണ് എൻ്റെ കൺകുളിർമ, നിസ്കാരമാണ് ഞാൻ ആസ്വദിക്കുന്നത്. എന്നാൽ എനിക്ക് സുഗന്ധം ഇഷ്ടമാണ്, എൻ്റെ ഭാര്യമാരെ ഇഷ്ടമാണ്. എന്നാൽ അതിൻ്റെയൊക്കെ അപ്പുറത്താണ് അല്ലാഹുവിൻ്റെ മുമ്പിൽ ഞാൻ നിൽക്കുന്ന എൻ്റെ നിസ്കാരം. ഇത് പഠിപ്പിച്ച നബിയാണ്, അവിടുത്തെ ജീവിതമാണ്. അൽ ഖുർആൻ കാന ഖുലുഖുൽ ഖുർആൻ. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഹാഫിദാണ്. സ്വഹാബിമാർ 90% സ്വഹാബിമാരും ഹാഫിദുകളായിരുന്നുവെന്നാണ്. 90% ഹാഫിദുകളാണ് സ്വഹാബത്തിന്റെ ഹബീബായ നബിയുടെ സ്വഹാബിമാർ. ഹാഫിദ് അല്ലാത്തവർ വളരെ ചുരുക്കമാണ്. ഇബ്നു മസ്ഊദ് തങ്ങൾ പറയുന്നുണ്ട്, ഞാനൊരു രാത്രി മദീന പള്ളിയിലേക്ക് കയറി ചെന്നപ്പോൾ ലോകത്തിന്റെ ഗുരു അവിടെ എഴുന്നേറ്റ് നിസ്കരിക്കുന്നുണ്ട്. നമ്മൾ ആലോചിക്കണം, ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആനന്ദം പ്രാർത്ഥനയിലാണ് എന്ന് പഠിപ്പിച്ചവരാണ് നമ്മുടെ പ്രവാചകര്. മദ്യപാനവും ലഹരിയും ഇന്നത്തെ രാത്രി ഏത് മതവിഭാഗത്തിന്റെ ആഘോഷത്തിന്റെ പേരിലാണോ എന്തോ ആകട്ടെ, മദ്യപാനവും ലഹരിയും കൊണ്ട് നമ്മുടെ നിയമപാലകർക്ക് തലവേദനയുണ്ടാക്കുന്ന അനുഭവങ്ങൾ എത്രയാണ് ഉണ്ടാകാറുള്ളത്? എത്രയാണ് കുട്ടികൾ വിചാരിക്കുന്നത് ലഹരി അടിച്ചാൽ അത് ആനന്ദമാണെന്നാണ്, കള്ളുകുടിച്ചാൽ അത് ആനന്ദമെന്നാണ്. മദ്യപാനവും ലഹരിയും അവിടെയാണ് ആനന്ദം, മ്യൂസിക്കും ഡാൻസും ഇതിലാണ് ആനന്ദം എന്ന് വിചാരിക്കുന്നവരോട് ലോകത്തിന്റെ ഗുരുവിനൊന്ന് പറയാനുണ്ട്, നിങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ വിനയാന്വിതരായി അംഗസ്നാനം വരുത്തി ഖിബിലയിലേക്ക് തിരിഞ്ഞു നിന്ന്, അല്ലാഹുവേ നീ ഏറ്റവും വലിയവനാണ്, നിന്റെ വിഷയങ്ങളിൽ ഏറ്റവും വലുതാണ്, അല്ലാഹു അക്ബർ എന്ന് ചൊല്ലി പ്രാർത്ഥനയിൽ കഴിയുന്ന ഒരു മനുഷ്യന്റെ മനസ്സിന് കിട്ടുന്ന ആനന്ദം പോലെ ഒരാനന്ദമുണ്ടോ മനുഷ്യന്? ഒരാനന്ദമുണ്ടോ മനുഷ്യന്? എത്ര വലിയ ആനന്ദമാണത്! മദീന പള്ളിക്കന്ന് വിളക്കുകളില്ല, കരണ്ടില്ല, ജനറേറ്ററുകളില്ല, ബാറ്ററി ഇല്ല. ആ മസ്ജിദിന്റെ ഉള്ളകം ഇരുട്ടാണ്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് എന്ന് പറയുന്ന വളരെ ഉയരം കുറഞ്ഞ, ഹൈറ്റ് ഇല്ലാതിരുന്ന, തീരെ തടിയില്ലാതിരുന്ന, എന്നാൽ ജബൽ ഉഹദിനേക്കാൾ ഭാരമാണ് നാളെ ഇബ്നു മസ്ഊദ് എന്നവരുടെ കാലുകൾക്ക് ഭാരമാണ്. അതളഹകൂന മിൻ ഖിഫത്തി സാഖി ഫവല്ലാഹി ലഹുമാ അസ്ഖലു ഫിൽ മീസാൻ മിൻ ജബൽ ഉഹുദ് എന്ന് പുണ്യനബി പറഞ്ഞ മഹാനാണ് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ആ മഹാനവറുകളും പാതിരാത്രി ഉറങ്ങാൻ പറ്റുമായിരുന്ന രാവ്, പുണ്യനബി തങ്ങൾക്ക് ആയിഷ ബീവിയുണ്ട്, അവിടെ ഹഫ്സ ബീവിയുണ്ട്, അവിടുത്തെ ഭാര്യമാരുണ്ട്. പക്ഷേ രാത്രികാലങ്ങളിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് നിസ്കരിക്കുമായിരുന്നു. പുണ്യനബി മദീന പള്ളിയിൽ നിസ്കരിക്കുന്നത് കാണുന്നു അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ആലിമാണ്, ആലിമുൻ മിൻ ഉലമാഇ സ്വഹാബ, സ്വഹാബികളിലെ ആലിമാണ് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. മഹാൻ പറയട്ടെ, ഞാൻ പിറകിൽ ചെന്നു നിന്നു. നബിയുടെ കൂടെ ഒരു നിസ്കാരമാവട്ടെ, പുണ്യനബി ഒറ്റക്കാണ് നിസ്കരിക്കുന്നത്, ഞാൻ പള്ളിയിൽ നിന്ന് ബാക്കിൽ പോയി നിന്നു ഹബീബിന്റെ പിറകിൽ. ഫഫ്തഹൽ ബഖറ, പുണ്യനബി സൂറത്തുൽ ബഖറ അങ്ങ് തുടങ്ങി. ഞാൻ വിചാരിച്ചു 100 ആയത്ത് കഴിഞ്ഞാൽ നബി റുകൂഇലേക്ക് പോകും, പക്ഷേ പോയില്ല. ഹബീബ് തുടർന്നു. 200 ആയത്താകുമ്പോൾ ഞാൻ വിചാരിച്ചു നബി നിർത്തും, റുകൂഇലേക്ക് പോകും, പോയില്ല. 200 ആയത്ത് കഴിഞ്ഞും 280 ആയത്തുകളുള്ള സൂറത്തുൽ ബഖറ പൂർത്തിയായപ്പോൾ വിചാരിച്ചു ഹബീബ് റുകൂഇലേക്ക് പോകും, സൂറത്തുൽ ബഖറ കഴിഞ്ഞല്ലോ. ഫഫ്തഹ ആല ഇംറാൻ, പുണ്യനബി സൂറത്തു ആല ഇംറാൻ ആരംഭിച്ചു. പിന്നെ സൂറത്തുൻ നിസാ ഓതി, പിന്നെ മാഇദ ഓതി. ഫളനന്തു ബിസൂ, എന്റെ മനസ്സിൽ ഒരു മോശപ്പെട്ട ചിന്ത വന്നു എന്ന് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് എന്നവർ കഥ പറയുമ്പോ ഇവിടുത്തെ അനുയായികൾ ചോദിച്ചു, എന്തേ ഞങ്ങളുടെ ഗുരുനാഥരെ നിങ്ങൾക്ക് തോന്നിയത്? എന്തേ നിങ്ങൾക്ക് തോന്നിയത്? ഒന്നുമല്ല, ഞാൻ ഹബീബിന്റെ കൂടെ മഅ്മൂമായി നിൽക്കുകയല്ലേ,
ആ മഅ്മൂം എന്ന പദവിയിൽ നിന്ന് ഞാനൊന്ന് താഴെ ഇറങ്ങി ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് നിസ്കരിച്ച് തീർത്താലോ എന്ന് എന്നെ കൊണ്ടാകുന്നില്ല. 4 ദീർഘമാരിയ സൂറകൾ പുണ്യനബി ഓതിയിട്ട് ഇശാ കഴിഞ്ഞ് ഒരൽപ്പനേരം കഴിഞ്ഞ് തുടങ്ങിയ നിസ്കാരം സുബ്ഹിയോടടുത്ത് അവസാനിച്ച 2 റക്അത്തുകളെ കുറിച്ച് അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് എന്നിവരെ പറയാ, ആ ഓതി എത്രയോ അതിനോളം വരുന്ന റുകൂഅ് നബി തങ്ങൾ ചെയ്തു, അതിനോളം വരുന്ന സുജൂദും അവിടുന്ന് ചെയ്തിട്ടുണ്ട്. മണിക്കൂറുകൾ 6-7 മണിക്കൂറുകൾ നീണ്ട ഒരു നിസ്കാരം ഞാൻ ഹബീബിന്റെ കൂടെ നിസ്കരിച്ചപ്പോൾ എനിക്ക് തോന്നിപ്പോയി ഇത് വേണ്ടായിരുന്നുവെന്ന്. ഞാൻ ഒറ്റക്ക് നിസ്കരിച്ചാൽ മതിയായിരുന്നു, ഞാൻ ഇമാമയോടുകൂടെ എന്ന നിയ്യത്തങ്ങ് മുറിച്ചിട്ട് ഒറ്റക്ക് നിസ്കരിച്ചാലോ നീ ഇരുന്നാലോ എന്നെനിക്ക് തോന്നുമാർ പുണ്യനബി ഈ വിശുദ്ധ വചനം മനോഹരമായി ഓതിയ ഒരു നിസ്കാരം എന്റെ ജീവിതത്തിൽ അനുഭവമാണ് എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അത് ആനന്ദം അറിയുമ്പോൾ അങ്ങനെയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളോട് ചോദിച്ചു, ഉസ്മാൻ അഫ്ഫാൻ എന്നവരുടെ മറുപടിയുണ്ട്. മഹാൻ പറയുമായിരുന്നു, വല്ലാഹി ലൗ സഫത് ഖുലൂബുക്കും, നിങ്ങളുടെ ഹൃദയം ശുദ്ധമായിരുന്നുവെങ്കിൽ മാ സഇംതും മിൻ കലാമില്ലാഹ്, അല്ലാഹുവിന്റെ ഖുർആൻ ഓതാൻ നിങ്ങൾക്ക് മടി വരില്ലായിരുന്നു. ഹൃദയം ശുദ്ധമായിരുന്നുവെങ്കിൽ ഞാൻ ഓർക്കുകയാണ്, ഇവിടെ അടുത്ത് മരണപ്പെട്ട മുജീബുർ റഹ്മാൻ സാഹിബ് അബ്ദുള്ള ഹാജി അവർ പറയായിരുന്നു, മസ്ജിദിൽ വന്നാൽ നിസ്കാരം കഴിഞ്ഞ് എപ്പോഴും ഖുർആൻ ഓതിയിട്ടേ പോവുള്ളായിരുന്നു. എനിക്ക് അദ്ദേഹത്തെ ഞാൻ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയിലില്ല. പക്ഷേ അബുദാബിയിലെ ഖുർആൻ ക്ലാസ് ഇപ്പോൾ എല്ലാ വ്യാഴാഴ്ചയും നടക്കാറുണ്ട്. ആ ക്ലാസ്സിലൊക്കെ ഒരു 10-15 വർഷത്തോളമായി അദ്ദേഹം സ്ഥിരം വന്നിരുന്ന ഒരാൾ വ്യാഴാഴ്ചത്തെ ക്ലാസ്സിലേക്ക് വരുന്ന വഴിക്ക് സെൻറ്ററിൻ്റെ അടുത്തെത്തുമ്പോഴാണ് അറ്റാക്കായിട്ട് വീഴുന്നത്. മരണപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു, പക്ഷെ അദ്ദേഹം ആ സമയത്ത് മരണപ്പെട്ടില്ല. വീണ്ടും ഒരാഴ്ചയോളം ഏകദേശം ഹോസ്പിറ്റലിൽ കിടന്നു. അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് വഫാത്തായി. അദ്ദേഹം നിങ്ങളുടെ നാട്ടുകാരനാണ്. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ അതിന് തൊട്ട് മുമ്പാണ് മരിച്ചത്. വാപ്പ 1 വർഷം മുമ്പാണ് മരണപ്പെട്ടത്. അല്ലാഹുവേ, കുടുംബത്തിന് നീ ക്ഷമ കൊടുക്കണേ റബ്ബേ. ആ മരിച്ചുപോയ വാപ്പക്ക്, അവരാണെങ്കിലോ ആ മരണപ്പെട്ട മുജീബുർ റഹ്മാൻ നമ്മുടെ ഹാജിയാരുടെ അമ്മാവന്റെ മകൻ കൂടിയാണ്. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിടം സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിടം സ്വർഗ്ഗത്തോപ്പാക്കണേ റബ്ബേ. നിന്റെ ഖുർആൻ ഓതിയിരുന്നൊരു നല്ല മനുഷ്യനാണ്. എപ്പോഴും ദീനിനെ, അറിവിനെ, ഇൽമിനെ സ്നേഹിച്ചിരുന്ന, ദീനിന്റെ അനുഭാവിയായിരുന്നൊരു ഒരു യുവാവാണ്. അല്ലാഹുവേ, നീ മഗ്ഫിറത്ത് നൽകണേ റബ്ബേ. അദ്ദേഹത്തിന്റെ മരിച്ചുപോയ ജ്യേഷ്ഠനും അദ്ദേഹത്തിന്റെ മരണപ്പെട്ടുപോയ ഉപ്പാക്കും നീ മഗ്ഫിറത്ത് ചെയ്യണേ പടച്ചവനെ. അവിടെ ജീവിച്ചിരിക്കുന്ന ഉമ്മ, മറ്റു ബന്ധുക്കൾ, അല്ലാഹുവർക്കൊക്കെ നീ ദീർഘായുസ്സും ആഫിയത്തും മനസ്സിന് കരുത്തും ക്ഷമയും യഖീനും നൽകണേ റബ്ബേ. അവരുടെ 2 പെൺകുട്ടികൾ, അല്ലാഹുവർക്കൊക്കെ അല്ലാഹുവേ നീ ഉന്നത വിജയവും ജീവിത സൗഭാഗ്യവും നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. ആ പിതാവിന്റെ വിയോഗത്തിന് പകരം അല്ലാഹുവേ നീ തുണയാകണേ തമ്പുരാനെ. നിങ്ങളുടെ നാട്ടുകാരനാണ് എന്നതുകൊണ്ട് തന്നെ ഈ സദസ്സിൽ വെച്ച് അദ്ദേഹത്തെ പ്രത്യേകം നമ്മൾ ഓർക്കുകയാണ്. അദ്ദേഹം മരണപ്പെട്ടത് അബുദാബിയിലായിരുന്നു. ഈ കഴിഞ്ഞ മാസമാണ്. അല്ലാഹുവേ നീ മഗ്ഫിറത്ത് ചെയ്യണേ തമ്പുരാനെ. ശുദ്ധ ഖുർആൻ നിങ്ങളുടെ മനസ്സിന് ശുദ്ധിയുണ്ടായിരുന്നുവെങ്കിൽ ഖുർആൻ നിങ്ങൾക്ക് മടുക്കില്ലായിരുന്നുവെന്ന് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുമ. സമയം 10:30 മണിയാവുകയാണ്. നിങ്ങളുടെ ഹൃദയം ശുദ്ധമായിരുന്നുവെങ്കിൽ മാ സഇംതും മിൻ കലാമില്ലാഹ്, അല്ലാഹുവിന്റെ വചനം നമുക്ക് മടുക്കരുത്. റജബായി തുടങ്ങുകയാണ്. ശഅബാൻ കഴിഞ്ഞ് റമദാൻ, വിശുദ്ധ ഖുർആൻ അവതരിച്ചതിന്റെ വാർഷികത്തിലേക്ക് നമ്മൾ വരിക. കഴിഞ്ഞ ഒരു റമദാനിൽ പൂട്ടിവെച്ച മുസ്ഹഫുകൾ എന്ന് ഞാൻ പറയുമ്പോഴും വേദനയോടുകൂടെ നമ്മുടെ മുസ്ഹഫുകൾ നമ്മുടെ വീടുകളിൽ പൊടി പുരണ്ട് കിടക്കാതെ നമ്മുടെ കൈകളിൽ എടുത്തു വെച്ച് നാളെ നമുക്ക് ശഫാഅത്തിന് അല്ലാഹുവിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ റബ്ബേ, എന്നെ കയ്യിൽ പിടിച്ച് ഓതിയ കൈകളാണിത്, നീ ശിക്ഷിക്കരുതേ. എന്നെ നോക്കിയ കണ്ണുകളാണിത്, എന്നെ കേട്ട കാതുകളാണിത്, എന്നെ പഠിക്കാൻ വന്ന മുതഅല്ലിമീങ്ങളെ, ഹാഫിളുകളെ സഹായിച്ചൊരു മനുഷ്യനാണിത് റബ്ബേ എന്ന് പറഞ്ഞ് ഖുർആൻ സാക്ഷി പറയുന്ന ആ ഒരു നാളിൽ അല്ലാഹുവേ, ഞങ്ങളെ നീ നിന്റെ ഖുർആനിന്റെ ഹുജ്ജത്ത് കൊണ്ട് രക്ഷപ്പെടുത്തേണമേ തമ്പുരാനെ. നമ്മുടെ ഉമ്മയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയിലേക്ക് വരാം. അൽ മുബറഅത്ത് മിൻ ഫൗഖി സബ്ഇ സമാവാത്ത്. ഉർവത്ത് ബിൻ സുബൈർ എന്നവർ പറയുന്നുണ്ട്, അസ്മാ ബീവിയുടെ
മകൻ ഉർവത്ത് ബിൻ സുബൈർ റഹ്മത്തുള്ളാഹി തആല അലൈഹി താബിഈയായ മഹാൻ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവരുടെ സഹോദരൻ അസ്മാ ബീവിയുടെ മോൻ ആയിഷ ബീവിയുടെ ജ്യേഷ്ഠത്തെയാണ് അസ്മാ ബീവി. ആയിഷ ബീവിയും അസ്മാ ബീവി രണ്ടുമ്മാക്ക് ജനിച്ച പെങ്ങന്മാർ സഹോദരിമാരാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ ഉമ്മ എന്ന് വിളിച്ചിരുന്നവരാണ് ഉർവതങ്ങളും അവരുടെ സഹോദരൻ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവരും. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്ന് കയറാതെ ഞാൻ അങ്ങാടിയിലേക്ക് പോകാറില്ലായിരുന്നു എന്ന് പറഞ്ഞ ഉർവതങ്ങൾ ഒരു അനുഭവം പറയുന്നു. ഞാനൊരു ദിവസം ദുഹാ നിസ്കാരം കഴിഞ്ഞ് എൻ്റെ ഇളാമ്മയെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മുസല്ല വിരിച്ച് നിന്ന് നിസ്കരിക്കുകയാണ്. ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ്സമൂം. അല്ലാഹുവേ, നീ ഞങ്ങളോട് വലിയ ഔദാര്യം ചെയ്തുവല്ലോ റബ്ബേ. നരകത്തിന്റെ ശിക്ഷ നീ ഞങ്ങൾ കേൾക്കാതെ ഞങ്ങളെ കാത്തു രക്ഷിച്ചുവല്ലോ എന്ന് പറയുന്ന വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ ഓതി ഉമ്മ ഇങ്ങനെ കരയുന്നത് ഞങ്ങൾ കണ്ടു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ 18 വയസ്സാണ് ഹബീബ് വഫാത്താകുമ്പോ. ബീവി അതും കഴിഞ്ഞ് വീണ്ടും ഒരു 40 വർഷത്തിലേറെ ജീവിച്ചിട്ടുണ്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. ഏകദേശം 60 വയസ്സാകുമ്പോഴാ ബീവി ലോകത്തോട് വിട പറയുന്നത്. ആ കാലഘട്ടത്തിനിടക്ക് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഇൽമ പഠിച്ചു പോയ പണ്ഡിതന്മാരായ സ്വഹാബിമാർ ഒരുപാടുണ്ട്. അനന്തരാവകാശ നിയമം ചോദിച്ചു വന്നാൽ ആയിഷ ബീവിയുടെയാണ് ഫത്വ. തഫ്സീർ ചോദിച്ചാൽ ബീവിയാണ് പറയുന്നത്. ഹദീസ് ചോദിച്ചാൽ ബീവിയുടെ അടുത്ത് മറുപടിയുണ്ട്. അറബികളുടെ കവിതകൾ ചോദിച്ചാൽ ഷെയറുകൾക്ക് മറുപടിയുണ്ട്. അറബികളുടെ അൻസാബുകൾ, തറവാട്, വാപ്പമാരുടെ തറവാടിന്റെ പേര് ചോദിക്കുമ്പോ തറവാട് പേര് ചൊല്ലി പറയാൻ കഴിയുന്ന നൂറുകണക്കിന് കബീലകളുടെ തറവാടിന്റെ ആ ഒരു സീക്വൻസ് അറിയുന്ന മഹദിയാണ് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. മെഡിസിൻ അറിഞ്ഞിരുന്ന മഹദിയാണ്. തിബ്ബ്. ഉർവതങ്ങൾ ചോദിക്കുന്നുണ്ട്, ഉമ്മ, ഇവിടെ ഉമ്മയായിട്ടല്ല, എളാമ്മയാണ്, ഉമ്മയുടെ അനിയത്തിയാണ്, എന്നാലും ഉമ്മ എന്നാണ് വിളിക്കുക. ഉർവതങ്ങൾ ഉമ്മ. ഖുർആൻ നിങ്ങൾ ഓതുന്നതിൽ എനിക്ക് അത്ഭുതം തോന്നുന്നില്ല, ഹദീസ് പറയുന്നതിൽ അത്ഭുതം തോന്നുന്നില്ല. കവിതകൾ 4000-ഓളം വരികളുള്ള കവിതകൾ ഒരു ഇരുപ്പിൽ ചൊല്ലിയ മനപ്പാഠമുണ്ടായിരുന്ന അത്യപൂർവമായ മെമ്മറി ഉണ്ടായിരുന്ന മഹദിയാണത്. എനിക്കതിലൊന്നും അത്ഭുതമില്ല ഉമ്മ. എവിടുന്നാണ് നിങ്ങൾ മെഡിസിൻ പഠിച്ചത്? നിങ്ങൾ എവിടെന്നാണ് തിബ്ബ് പഠിച്ചത്? എവിടുന്നാ മെഡിസിൻ പഠിച്ചത്? അതെനിക്ക് അത്ഭുതമുണ്ട് എന്ന് ചോദിച്ചപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഹബീബിനെ ചികിത്സിക്കാൻ വന്ന ഡോക്ടർമാരുടെ കഥ പറയുന്നുണ്ട്. അറേബ്യയിലെ വിശ്വകരന്മാരുടെ ദിമാദ് ഇബ്നു തഅലബയുടെ ഒക്കെ കഥ പറയുന്നുണ്ട്. അവരൊക്കെ വന്ന് നബി തങ്ങളെ ചികിത്സിച്ചവരാണ്. ആ ആളുകളിൽ നിന്ന് കണ്ട പ്രിസ്ക്രിപ്ഷൻ പഠിച്ചുകൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മരുന്ന് കുറിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആയിഷ ബീവി അന്നത്തെ ഒരു ഫിസിഷ്യനാണ്, അന്നത്തെ ഒരു ഡോക്ടറാണ്, അന്നത്തെ ഒരു ചികിത്സ ചെയ്തിരുന്ന മഹദിയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ എവിടെ നിന്നാണ് മെഡിസിൻ പഠിച്ചത്? ഇതെല്ലാം പഠിച്ചെടുത്തത് ഹബീബായ നബി തങ്ങളിലേക്ക് വിവാഹം ചെയ്യപ്പെട്ടതിന് ശേഷമുള്ള കാലഘട്ടം. അതുകൊണ്ടാണ് പഠിക്കട്ടെ, പഠിത്തം കഴിഞ്ഞ് ജോലി കിട്ടട്ടെ, അതും കഴിഞ്ഞ് സെറ്റിലാവട്ടെ, എന്നിട്ട് മതി വിവാഹം എന്ന് പറയുന്ന പെൺകുട്ടികളോട് ഞാൻ പറയട്ടെ, സഹോദരിമാരെ, പെൺമക്കളെ, നിങ്ങൾ അല്ലാഹു അനുവദിച്ച പുണ്യമായ ശ്രേഷ്ഠമാക്കിയ ഒരു കർമ്മത്തെ നിസ്സാരമായ എക്സ്ക്യൂസുകൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ വെറുതെ ഡിലേ ചെയ്തു കളയരുത്. ജീവിതത്തിന്റെ ഒരു സൗഭാഗ്യം നഷ്ടപ്പെടും. അള്ളാഹു അനുവദിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത നിക്കാഹ് ഇപ്പൊ വേണ്ട, ഈ വർഷം വേണ്ട, കോഴ്സ് കഴിയട്ടെ, അത് കഴിഞ്ഞ് PG കഴിയട്ടെ, പഠിച്ചോളൂ. ആയിഷ ബീവി പഠിച്ചത് മുഴുവനും കല്യാണം കഴിച്ചതിന് ശേഷം തന്നെയാണ്. അതൊരിക്കലും പഠനത്തിന് എതിരായി വരരുത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മെഡിസിൻ അറിഞ്ഞിരുന്ന മഹദിയാണ്. ഇതെല്ലാം അറിഞ്ഞിരുന്നിട്ടും വിശുദ്ധമായ ഖുർആൻ നിന്ന നിൽപ്പിൽ നിന്നുകൊണ്ട് ഓതുകയും കരയുകയും ചെയ്തിരുന്ന ഉമ്മയാണ് നമ്മുടെ ഉമ്മ. ഹബീബിന്റെ ഭാര്യമാരൊക്കെയും നമ്മുടെ ഉമ്മമാരാണ്. النبي أولى بالمؤمنين من أنفسهم وأزواجه أمهاتهم. നബി തങ്ങളുടെ അവിടുത്തെ ഭാര്യമാർ സത്യവിശ്വാസികളുടെ ഉമ്മമാരാണ്. നമ്മുടെ ഉമ്മയായ ആയിഷ ബീവി നിൽപ്പിൽ നിന്നുകൊണ്ടാണ് കരയുന്നത്. ഉർവതങ്ങൾ പറയുന്നു, എന്താണ് എൻ്റെ ഉമ്മ കരയുന്നത് എന്ന് എനിക്കറിഞ്ഞില്ല. ഫമന്നല്ലാഹു അലൈനാ
ووقانا عذاب السموم فمن الله علينا ووقانا عذاب السموم അല്ലാഹുവേ നീ തന്ന കരുണ കൊണ്ടല്ലയോ സിറാത്ത് പാലം കടന്ന് നരകം തൊടാതെ സ്വർഗത്തിന്റെ വാതിൽക്കൽ ഞങ്ങൾ എത്തിയത് എന്ന് നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ വിശ്വാസികൾ പറയുന്നൊരു വാക്കാണത്. ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ്സമൂം. നാളെ രക്ഷപ്പെടുമോ, നാളെ രക്ഷപ്പെടുമോ, നാളെ രക്ഷപ്പെടുമോ എന്ന ഭീതിയിൽ നിസ്കാരത്തിൽ നിന്നുകൊണ്ട് കരയുകയാണ് നമ്മുടെ ഉമ്മ. എൻ്റെ ഉമ്മമാരെ, സഹോദരിമാരെ, സഹോദരങ്ങളെ, വിദ്യാർത്ഥിനികളെ, എപ്പോഴെങ്കിലും നമ്മുടെ മനസ്സിനുള്ളിലേക്ക് അങ്ങനെ ഒരു ചിന്ത വരാറുണ്ടോ? നാളെ ഞാൻ രക്ഷപ്പെടുമോ? അള്ളാഹുവിന്റെ മുമ്പിൽ എക്സാം പാസ്സാകുമോ? നമ്മൾക്ക് വലിയ ടെൻഷനാണ്. എക്സാം പാസ്സാവാൻ ദുആ ചെയ്യാറുണ്ട് നമ്മള്. മക്കളൊക്കെ ജയിക്കണം, നന്നായി പഠിക്കണം, ഉയരണം, ഉന്നതങ്ങളിലേക്ക് എത്തണം. എന്നാൽ അതിനേക്കാളും വലിയ ഒരു പരീക്ഷയെ നേരിടാൻ പോകുന്നവരാണ് നമ്മൾ. ആ പരീക്ഷയിൽ ജയിക്കുമോ ഇല്ലയോ എന്ന പേടി നമുക്ക് വേണം. അത് ജീവിതത്തിന്റെ അനിവാര്യതയാണ്. നാളെ മുന്നേറാനുള്ള കരുത്ത് കിട്ടുന്നത് ആ ഒരു പേടിയിൽ നിന്നാണ്. അവിടെയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നിൽപ്പിൽ നിന്നുകൊണ്ട് കരയുകയാണ്. ഇതേ ആയത്ത് ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്നു. ഉർവ തങ്ങൾ പറയുന്നു, ഞാൻ ഒരുപാട് നേരം അവിടെ കാത്തിരുന്നു. പിന്നെ ഞാൻ നിന്ന് മടുത്തപ്പോ ഞാൻ വിചാരിച്ചു ഒന്ന് അങ്ങാടി വരെ പോയിട്ട് തിരിച്ചു വരാം. മദീനയുടെ അങ്ങാടിയിലേക്ക് പോയി ഞാൻ ഏതാനും സമയം ചെലവഴിച്ച് തിരിച്ചു വന്ന് നോക്കുമ്പോൾ എൻ്റെ ഉമ്മയായ ആയിഷ ബീവി അവിടെ തന്നെ നിന്നുകൊണ്ട് ഇതേ ആയത്തോതി കരയുന്നത് ഞാൻ കണ്ടു. ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ്സമൂം. ഇത് പറഞ്ഞിങ്ങനെ തേങ്ങുകയാണ്. തേങ്ങി കരയുന്ന മണിക്കൂറുകളെടുത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരായത്തും ഓതിയിട്ട് മഹദി റളിയല്ലാഹു അൻഹ കരഞ്ഞത് ഞാൻ ഓർക്കുന്നു എന്ന് ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. എന്തിനാ നമ്മൾ പറയുന്നത്? 1 മണിക്കൂറോ 2 മണിക്കൂറോ നിന്ന് നിസ്കരിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ ഓതുന്ന നേരങ്ങളിൽ ഒന്ന് ഹൃദയം കൊണ്ട് തൊടാറുണ്ടോ അല്ലാഹുവിന്റെ വചനത്തെ? നമ്മൾ നിസ്കരിക്കുമ്പോൾ ഖൽബ് കൊണ്ടൊന്ന് തൊടാറുണ്ടോ അല്ലാഹുവിന്റെ വചനങ്ങളെ? നമ്മുടെ നാവ് കൊണ്ട് ഇങ്ങനെ ഉരുവിടുമ്പോൾ അല്ലാഹുവിന്റെ മാലാഖ, വിശുദ്ധരായ മാലാഖ ജിബ്രീൽ അലൈഹിസ്സലാം നസ്സലഹു അലാ ഖൽബിക്, അങ്ങയുടെ ഹൃദയത്തിലേക്ക് നബിയെ ഇറക്കിത്തന്ന വിശുദ്ധ മാലാഖയാണ്, റൂഹുൽ ഖുദ്സാണ് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം. ആ വിശുദ്ധ മലക്കിന്റെ വാസിത്തയോടുകൂടെയാണ് അള്ളാഹുവിൽ നിന്ന് ഈ വചനം ഹബീബിലേക്ക് ലഭിക്കുന്നത്. അത്രമേൽ പുണ്യമായ അള്ളാഹുവിന്റെ വചനമാണ് ഞാൻ ഓതുന്നത്. റബ്ബേ, ഇതെനിക്ക് ശിഫയാണ്. എൻ്റെ ശരീരത്തിന്, എൻ്റെ ചിന്തകൾക്ക്, എൻ്റെ മനസ്സിന്, എൻ്റെ ആലോചനകൾക്ക് ഇത് ശിഫയാണ്, ഇത് റഹ്മത്താണ്. എനിക്ക്, എൻ്റെ ജീവിതത്തിന്, എൻ്റെ കുടുംബത്തിന്, എൻ്റെ മക്കളിൽ, എൻ്റെ കച്ചവടത്തിൽ, എൻ്റെ യാത്രയിൽ, നാട്ടിലിരിക്കുമ്പോൾ എൻ്റെ പഠനത്തിന്, എൻ്റെ കോഴ്സിന്, എൻ്റെ ജോലിക്ക് എല്ലാം ഇത് റഹ്മത്താണെന്നൊരു ബോധ്യത്തോടുകൂടെ ഒരു പേജെങ്കിലും ഒരു ദിവസം എടുത്തു നോക്കാൻ, ഊതി നോക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വിജയിച്ചു. അല്ലാഹുവിൻ്റെ കലാം മഹ്ജൂറാ. തിരിഞ്ഞു നോക്കാതെ എൻ്റെ ആളുകൾ ഖുർആനെ മാറ്റിവെച്ചു റബ്ബേ എന്ന് അല്ലാഹുവിനോട് വഖാല റസൂൽ, പുണ്യനബി റബ്ബിനോട് പറയുന്നൊരു നേരമുണ്ട്. ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ. എൻ്റെ ആളുകൾ ഈ ഖുർആൻ മാറ്റിവെച്ചു റബ്ബേ. അവർ വാട്സപ്പുകൾ വായിക്കാറുണ്ടായിരുന്നു. ഗ്രൂപ്പ് മുഴുവനും കയറിയിട്ട് ഉത്തരം പറയും, കേൾക്കും, അത് വായിക്കും. ഫേസ്ബുക്ക് ഒന്ന് വായിക്കും, അത് തീർന്ന ഇൻസ്റ്റഗ്രാം തുറക്കും, അത് കഴിഞ്ഞാൽ പിന്നെ ട്വിറ്ററും തുറക്കും. ഇങ്ങനെ മാറി മാറി അവനവന്റെ ജീവിതവുമായി, ഭൗതികതയുമായി മാത്രം ബന്ധപ്പെട്ടത് 100 കണക്കിന് വരികൾ വായിക്കുമ്പോഴും ഒരു വരി പോലും റബ്ബേ നിന്റെ കലാം. എത്രയോ ഖുർആൻ ആപ്ലിക്കേഷനുകൾ ലഭ്യമാണ്, എത്രയോ ആപ്പുകളുണ്ട്, എത്രയോ ഔറാദുകളുടെ ദിക്റുകളുടെ ആപ്പുകളുണ്ട്. ഔറാദ് വൽ മനാഖിബ് എന്ന് പറഞ്ഞ് നമുക്ക് ഹദ്ദാദ് റാത്തീബ് അടക്കമുള്ള ഖുർആനിന്റെ അത്യാവശ്യമായി നമ്മൾ ഓതുന്ന സൂറത്തുകള്, അദ്കാറുകള്, മൗലിദുകള്, റാത്തീബുകള് എല്ലാം കിട്ടുന്ന ആപ്പ് ഔറാദ് വൽ മനാഖിബ്. എത്രയൊക്കെ സൗകര്യങ്ങളുണ്ട് മുഅ്മിനീങ്ങളെ നമ്മുടെ ഈ കാലത്ത്.
എത്രയൊക്കെ സൗകര്യങ്ങളുണ്ട്. ഔറാദ് വൽ മനാഖിബ് ഒന്ന് ഡൗൺലോഡ് ചെയ്താൽ നമുക്ക് ആവശ്യമായതെല്ലാം അത് ഖുർആനും ദിക്റും സ്വലാത്തും ദുആയും മൗലിദും ബൈത്തുകളും റത്തീബും മജ്ലിസുന്നൂറും എല്ലാം കിട്ടുന്ന ആപ്പുകൾ. ഒരു പുതിയൊരു ന്യൂ ആപ്പ് ഞാൻ ശ്രദ്ധിച്ചു. അൽ മുൻജിയ എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ്, നമ്മുടെ മലയാളിയായ ഒരു ഉസ്താദ് ഇപ്പം അടുത്തത് അദ്ദേഹം ലോഞ്ച് ചെയ്ത അൽ മുൻജിയ. വളരെ മനോഹരമായ ഖുർആനും നമുക്ക് ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ട ദുആകളും അർത്ഥങ്ങളും ഒക്കെ വളരെ മനോഹരമായി പ്രയർ ടൈമിംഗ് അടക്കം അദ്കാറുകളും ഔറാദുകളും ഈ പറഞ്ഞ സീറകളും ഖസീദകളും ബൈത്തുകളും സ്വലാത്തും ദുആയൊക്കെ ഉള്ള അൽ മുൻജിയ ഒന്ന് ടൈപ്പ് ചെയ്താൽ നമുക്ക് ആൻഡ്രോയിഡിലും ആപ്പിളിലും ഒക്കെ കിട്ടുന്നത്. ഇതൊക്കെ നമ്മുടെ മുമ്പിലുണ്ടായിട്ട് ഖുർആൻ പ്രോയുണ്ട്, അൽ ഖുർആനുണ്ട്, ഖുർആൻ മജീദുണ്ട്. കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്ന ഖുർആന്റെ ചെറിയൊരു ആപ്പ് ഉണ്ട്, അദ്നാൻ ആപ്പ് എന്ന് പറയും. അദ്നാൻ ADNAN അദ്നാൻ ഫ്രീ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. കുട്ടികൾക്ക് ജുസു അമ്മയും ജുസു തബാറക്കയും കുട്ടികൾക്ക് ഒരുപാട് തവണ കേട്ടുകൊണ്ട് ഇങ്ങനെ പഠിക്കാൻ പറ്റും. അദ്നാൻ ആപ്പ്, അതുപോലെ ഖുർആൻ മജീദ് ആപ്പ്, ഇതൊക്കെ ഫ്രീ ആപ്പുകളാണ്. ഇതൊക്കെ നമ്മുടെ മുമ്പിലുണ്ടായിട്ട് ലോകത്തെ എല്ലാ സോഷ്യൽ മീഡിയ നമ്മൾ തുറന്നു നോക്കും. പത്രങ്ങളും TV ന്യൂസും ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. We abandoned ഖുർആനെ നമ്മൾ അങ്ങ് മാറ്റി നിർത്തി കളഞ്ഞല്ലേ എന്ന് പുണ്യനബി പറയുമ്പോൾ നമ്മൾ ആലോചിക്കണേ, നാണിച്ചു പോകില്ലേ നമ്മൾ? അതുകൊണ്ട് മുഅ്മിനെ, ഈ സദസ്സ് വിശുദ്ധ ഖുർആനെ ഓർമ്മിപ്പിക്കാനുള്ള സദസ്സാണ്. ഇവിടുത്തെ ഹാഫിദുകളായ 5 മക്കള് മലയാളം അറിയാത്ത അങ്ങ് ദൂരെ നിന്ന് 2000-ലേറെ കിലോമീറ്റർ ദൂരം കടത്ത 2500-ലേറെ കിലോമീറ്റർ വരും ബീഹാറിലേക്ക്. അത്രയും ദൂരെ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് വന്ന് പഠിക്കുന്ന മക്കൾ. ഇവിടുന്ന് ദുബൈക്ക് 2600 കിലോമീറ്റർ ഉള്ളൂ ഫ്ലൈറ്റിന്. അത്രയും ഏകദേശം ദൂരം ബൈ റോഡ് 2 ദിവസം 3 പകലൊക്കെ ട്രെയിനിൽ ഇരുന്നിട്ടാണ് ആ മക്കൾ ഇങ്ങോട്ട് എത്തുന്നത്. ഞാൻ ചോദിച്ചു അബ്ദുള്ള ഹാജിയോട്, ഈ കുട്ടികളുടെ വാപ്പമാരോ ഉമ്മമാരോ ഈ പരിപാടി കേൾക്കാൻ, അവരുടെ മക്കള് ഖുർആൻ ഹിഫ്ളാക്കിയ സന്തോഷം കാണാൻ ഇവിടെ രക്ഷിതാക്കൾ വരുന്നുണ്ടോ, ബീഹാറിൽ നിന്ന് എത്തിയോ എന്ന് ചോദിച്ചു. അപ്പോൾ ഹാജിയാർ പറയാം, ഇവിടുന്ന് വരാനോ ഉസ്താദേ, ഒരു ദിവസം ജോലി ചെയ്താൽ 100 രൂപ കിട്ടും. ഈ 3-4 ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാൻ ട്രെയിൻ ടിക്കറ്റ് പോലും അവർക്ക് എടുക്കാൻ കഴിയില്ല. അവർക്കൊക്കെ ആഗ്രഹം ഉണ്ടാവും, വരാൻ പറ്റാത്ത ആളുകളാണ്. നമ്മൾ ആലോചിച്ച് നോക്കി. അതുകൊണ്ട് അത്രയും മൂല്യവത്തായ ഒരു സ്വത്താണ് നമ്മുടെ ഹാഫിദീങ്ങൾ, നമ്മുടെ നാട്ടിൽ, നമ്മുടെ മഹല്ലിൽ ഈ സ്ഥാപനത്തിൽ വന്ന് പഠിക്കുക എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇതൊരു 11ാമത്തെ വാർഷികമാണ്. ഇതൊരു 21, 31, 51, 101 വാർഷികങ്ങൾ ഇവിടെ ഇത് നടക്കേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആ യാത്രയിൽ ആരൊക്കെ ഇതിന് കൂടെ നിൽക്കുന്നുണ്ടോ അവർക്കൊക്കെ അള്ളാഹു അനുഗ്രഹം ചെയ്യട്ടെ, അള്ളാഹുവിന്റെ കരുണയുണ്ടാകട്ടെ. ആരൊക്കെ ഈ സ്ഥാപനത്തെ മനസ്സുകൊണ്ട്, ഹാജിക്ക് ഇതിന് ഒരുപാട് ചെലവഴിക്കുന്നതാണ്. ഞാൻ ഹാജിക്ക് ഒരുപാട് യാത്രകൾ കൂടെ പോകാറുണ്ട്. ഒരുപാട് തമാശ പറയും, കുറെ ചിരിക്കും, കുറെ ചിരിപ്പിക്കും, കുറെ ചിന്തിപ്പിക്കും. അങ്ങനെ ഒരു വല്ലാത്ത ഒരു അത്ഭുതമുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. മഹാനവറുകളുടെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗം മദ്രസയും മസ്ജിദും, അതും ഒറ്റയ്ക്ക് സ്വന്തം കൺസ്ട്രക്ട് ചെയ്ത് ചാവി കൊടുക്കുക. അങ്ങനെ സ്വന്തം അധ്വാനവും സമയവും അള്ളാഹു നൽകിയ സമ്പത്ത് ദീനിന് വേണ്ടിയും പാവപ്പെട്ടവർക്ക് വേണ്ടിയും ജെന്യുവിൻ കേസാണെന്ന് ബോധ്യപ്പെട്ടാൽ അദ്ദേഹം സഹായിക്കും. അങ്ങനത്തെ ഒരു വല്ലാത്ത ത്യാഗ മനസ്കതയുള്ള ഒരു മഹാനവറുകൾ നമ്മുടെ നാടിന് ലഭിച്ചത് അള്ളാഹു ചെയ്ത വലിയ സൗഭാഗ്യമാണ്. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തും സലാമത്തും ദീർഘായുസ്സും തഖ്വയും ഈമാനും അറിവും സമ്പൽ സമൃദ്ധിയും ഇസ്സത്തും അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ അള്ളാഹുരുടെ ഖബറിടങ്ങളെ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ മക്കളിൽ, കുടുംബത്തിൽ, ബിസിനസ്സിൽ, ഏർപ്പാടുകളിൽ, നമ്മുടെ ഈ നാടിൽ, ഈ നാട്ടുകാരായ നിങ്ങൾ ഓരോരുത്തരുടെയും വീടുകളിൽ, നമ്മുടെയൊക്കെ മഹല്ലുകളിൽ, നമ്മുടെയൊക്കെ ശരീരത്തിലും ആത്മാവിലും, നമ്മുടെ റൂഹിലും, നമ്മുടെ ദുന്യാവിലും ആഖിറത്തിലും അള്ളാഹു ബർക്കത്ത് ചെയ്തു തരട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹിക്കട്ടെ. ഇനിയും ഹാഫിദുകൾ ഉണ്ടാവണം, ആലിമീങ്ങൾ ഉണ്ടാവണം. അതിനൊക്കെ നമ്മുടെയൊക്കെ വാക്കും അമലും പ്രാർത്ഥനയും കൂടെ വേണം. അല്ലാഹു തൗഫീഖ് നൽകിയവർക്ക് അത് സാധിക്കും. ആഖിറത്തിലേക്കുള്ള വലിയൊരു സ്വത്താണ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. നമ്മൾ ദുആ ചെയ്തുകൊണ്ട് പിരിയുകയാണ്. സർവശക്തനായ അല്ലാഹു ഈ സംവിധാനത്തെ അല്ലാഹു ഉത്തരോത്തരം ഇസ്സത്തിലേക്ക് ഉയർത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇവിടെ ദുആ ചെയ്യാനുള്ള വസിയത്തുകളുണ്ട്. ഒരാളുടെ പ്രത്യേകം ദുആ ചെയ്യാനുള്ള മനസ്സിൽ മുറാദ് ഹാസിലാകാൻ വേണ്ടി അള്ളാഹു നീ ഹാസിലാക്കി കൊടുക്കണേ തമ്പുരാനെ. ഇവിടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീങ്ങാൻ വേണ്ടി ഒരു സഹോദരിയുടെ ഭർത്താവിൻ്റെ
മനസ്സിലെ ചില ഷെറുകൾ നീങ്ങിക്കിട്ടാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങളുടെ കാമീൻ്റെ ബറക്കത്ത് കൊണ്ടും ഈ സദസ്സിൻ്റെ പുണ്യം കൊണ്ടും അല്ലാഹു ആ സഹോദരിയുടെ മുറാദുകൾ ഹാസുലാക്കി കൊടുക്കട്ടെ. സ്വലിഹായ സന്താനം ഉണ്ടാവാനും ഉമ്മയുടെ അസുഖം സുഖപ്പെടാനും സഹോദരിയുടെ മാനസിക പ്രശ്നം സുഖപ്പെടാനും പ്രത്യേകം ദുആ ചെയ്യാൻ ഒരു സഹോദരി സംഭാവന ചെയ്തിരിക്കുകയാണ്. റബ്ബേ അവരുടെ ഈ ഉദ്ദേശങ്ങളെ പൂർത്തിയാക്കി കൊടുക്കണേ. മകൻ്റെ ജോലി സംബന്ധമായ വിസ ശരിയാവാനും 1.5 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്. വിസ ശരിയായില്ല എന്നൊക്കെ പറഞ്ഞു വലിയ വിഷമത്തിലാണ്. അല്ലാഹു ആ സഹോദരിയുടെ മകൻ്റെ ജോലി സംബന്ധമായ പ്രയാസങ്ങളെ അല്ലാഹു വളരെ പെട്ടെന്ന് പരിഹരിച്ചു കൊടുക്കട്ടെ. മരണപ്പെട്ടു പോയ ഉമ്മാക്കും ഉപ്പാക്കും ഭർത്താവിനും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ ഒരു സഹോദരി സംഭാവന ചെയ്തിരിക്കുകയാണ്. അവർക്കൊക്കെ അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. അവരുടെ സ്വതക്കയെ അല്ലാഹു വെളിച്ചമായി ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ. എല്ലാ മാസവും നിശ്ചിത സംഖ്യ കൊടുക്കാമെന്ന് ഏറ്റ സഹോദരന്മാർ അതുപോലെ സഹോദരിമാർ എല്ലാവരും അവരുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാവാൻ ദുആരക്കാൻ വേണ്ടി പറഞ്ഞിട്ട് അല്ലാഹു സഫലമാക്കി കൊടുക്കട്ടെ. നമ്മുടെ സുഹൃത്ത് നാസർ മുണ്ടക്കുളം അദ്ദേഹത്തിൻ്റെ ഉപ്പയുടെ 7ാമത്തെ ആണ്ടാണ് വെള്ളിയാഴ്ച. പ്രത്യേകം ദുആരക്കാൻ വേണ്ടി വസിയത്തുണ്ട്. അല്ലാഹുവിന്റെ ഉപ്പക്ക് മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യട്ടെ. അവരുടെ പ്രിയപ്പെട്ട സുഹൃത്ത് വട്ടപ്പറമ്പൻ മൊയ്തീൻകുട്ടി എന്ന അവരുടെ സുഹൃത്തിൻ്റെ ഉപ്പ, അവർക്ക് വേണ്ടിയും ദുആരക്കാൻ വസിയത്തുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കും മർഹമത്തും മഗ്ഫിറത്തും ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഭക്ഷണം കൊടുത്തും സാമ്പത്തികമായും സഹായിച്ചവർ, അതുപോലെ തന്നെ ഈ പരിപാടിക്ക് വളണ്ടിയർമാരായി സേവനം ചെയ്യുന്ന സഹോദരിമാർ എല്ലാവരുടെയും ത്യാഗങ്ങളും പരിശ്രമങ്ങളും അല്ലാഹു സ്വീകരിക്കട്ടെ. ഇതൊക്കെ നമുക്ക് നാളെ മരണപ്പെട്ടു പോകുമ്പോൾ നമ്മുടെ ഖബറിലേക്കുള്ള വലിയൊരു സ്വത്തായിരിക്കും. നമ്മുടെ ഈ സ്ഥാപനത്തിന് അതുപോലെ പള്ളിക്ക് മദ്രസക്കൊക്കെ ചെയ്യുന്ന നമ്മുടെ സേവനങ്ങൾ, നമ്മുടെ സംഭാവനകൾ, മാസത്തിൽ ഒരു സംഖ്യ നമ്മുടെ ഇവിടുത്തെ മക്കളുടെ ഭക്ഷണത്തിന് അല്ലെങ്കിൽ അവരുടെ താമസത്തിന്, അവരുടെ മറ്റു അനുബന്ധ ചെലവുകൾക്ക്, ഉസ്താദുമാരുടെ ശമ്പളത്തിന് നമുക്ക് ചെയ്യാം. ചെയ്തില്ലെങ്കിൽ ആചാര്യ ഒറ്റയ്ക്ക് ചെയ്യും, എനിക്കറിയാം. പക്ഷെ നമുക്കതിന് കൂലി വേണം. നമ്മളൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. ഇത് ഒരാളുടെ മാത്രമല്ല, ഇതൊരു നാടിൻ്റെ, ഒരു സമൂഹത്തിൻ്റെ, ഒരു ഉമ്മത്തിൻ്റെ അഭിമാനമാണ്. അതുകൊണ്ട് എല്ലാവരും കൂടെ നിൽക്കണം. ഇതൊക്കെ നമ്മുടെ മാതാപിതാക്കളുടെ, മരിച്ചുപോയവരുടെ മാതാപിതാക്കൾ, ബന്ധുക്കളുടെയൊക്കെ പേരിൽ നിയ്യത്ത് ചെയ്തിട്ട് കൊടുക്കുക. അള്ളാഹു ഇതിൻ്റെയൊക്കെ കൂലി അവരുടെ ഖബറിലേക്ക് കൊടുക്കണേ. അപ്പോൾ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പേരിലും ആരെങ്കിലും നമ്മളറിയാത്ത ഏതോ നാട്ടിലെ മുതഅല്ലിമീങ്ങൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യും. അള്ളാഹു ഈ സ്ഥാപനത്തെ ഉയർത്തട്ടെ. ഇവിടുത്തെ മുതഅല്ലിമീങ്ങൾ, ഉസ്താദുമാർ, സഹോദരിമാർ സദസ്സിലേക്ക് എത്തിയ നിങ്ങൾ ഓരോരുത്തരുടെയും കാൽവെപ്പുകളെ അള്ളാഹു നന്മയിലേക്കുള്ള കാൽവെപ്പുകളായി സ്വീകരിക്കട്ടെ. നമ്മുടെ ദുനിയാവും ആഖിറവും അള്ളാഹു നന്നാക്കി തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق وناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم. أرحم الراحمين يا ربي ഈ സദസ്സിനെ നീ സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹു ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങളെ നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ റബ്ബേ. അല്ലാഹു ഞങ്ങളോട് നീ പൊറുക്കണേ റബ്ബേ. ഞങ്ങളെ ശുദ്ധിയാക്കി തരണേ റബ്ബേ. മനസ്സിനെ വൃത്തിയാക്കി തരണേ റബ്ബേ. ഖുർആനിന്റെ അഹ്ലുകാരാക്കണേ റബ്ബേ. അത് ഓതുന്നവരും പഠിക്കുന്നവരും വിശുദ്ധ ഖുർആനിൽ സേവനം ചെയ്യുന്നവരുമാക്കണേ പടച്ചവനെ. ഖുർആനിന് വേണ്ടി സേവനം ചെയ്യുന്നവരാക്കണേ റബ്ബേ. ഇവിടുത്തെ ഹഫ്ളീങ്ങളെ ആലിമീങ്ങളും ദാഇകളും പ്രബോധകരുമാക്കി ഈ ഉമ്മത്തിൻ്റെ അഭിമാനങ്ങളാക്കി മാറ്റണേ പടച്ചവനെ. റഹ്മാൻ റഹീമേ, ഈ സ്ഥാപനത്തെ സഹായിച്ചവർ, ഈ സ്ഥാപനം ഏതൊരു മഹദിയുടെ പേരിലാണോ ആ മഹദിയുടെ ഖബറിലേക്ക് അല്ലാഹുവേ ഈ നന്മയുടെ പ്രതിഫലം നിങ്ങൾ എത്തിച്ചു കൊടുക്കണമേ തമ്പുരാനെ. റഹ്മാൻ റഹീമേ, ഞങ്ങളുടെ കുടുംബം മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ ഖബറിലേക്ക് ഞങ്ങൾ ചെയ്യുന്ന നന്മകളെ നീ എത്തിച്ചു കൊടുക്കണേ തമ്പുരാനെ. ഈ സ്ഥാപനത്തിന് വേണ്ടി ഊണും ഉറക്കവും സമ്പത്തും സമയവും എല്ലാം ചെലവഴിക്കുന്ന അബ്ദുള്ള ഹാജി അടക്കമുള്ള ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തകന്മാർ, കമ്മിറ്റി ഭാരവാഹികൾ, റഹ്മാൻ റഹീമേ, അവരുടെയൊക്കെ ജീവിതത്തിൽ നീ അതിനൊക്കെ ഏറെയേറെ ഈമാനും തഖ്വയും ഇഫ്ഫത്തും ഇസ്സത്തും അഭിമാനവും സലാമത്തും ആഫിയത്തും നീ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. കാരുണ്യവാനെ, ഞങ്ങളുടെ രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാഹ്. മാരക രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കരുതേ തമ്പുരാനെ. അല്ലാഹു, എത്രയോ രോഗികൾ വിഷമത്തിലാണല്ലോ. ആ രോഗികൾക്ക് നീ ശിഫ കൊടുക്കണേ പടച്ചവനെ. ദുആരക്കാൻ വസിയത്ത് ചെയ്ത ഒരുപാട് ആളുകൾ, റഹ്മാൻ റഹീമേ, അവർക്കൊക്കെ രോഗങ്ങൾക്ക് ശിഫ കൊടുക്കണേ അല്ലാഹ്. മാരകങ്ങളെന്ന് ഞങ്ങൾ പേടിക്കുന്ന അസുഖങ്ങളെ കൊണ്ട് പരീക്ഷിക്കരുതേ തമ്പുരാനെ. അല്ലാഹു ആഫിയത്ത് എന്നുകൊണ്ട് അനുഗ്രഹിക്കണേ റബ്ബേ. സലാമത്തിലാക്കണേ റബ്ബേ. ഈ ഉമ്മത്തിനെ ഇസ്സത്തിലാക്കണേ പടച്ചവനെ. അഹ്ലുസുന്ന വൽ ജമാഅത്തിനെ ഇസ്സത്തിലാക്കണേ റബ്ബേ. ഈ ഉമ്മത്തിനെ നീ ഇസ്സത്തിലാക്കണേ പടച്ചവനെ. റഹ്മാൻ റഹീമേ, അല്ലാഹുവേ, ഇസ്സത്തോടെ
ലോകാവസാനം വരെ നിന്റെ ദീനിന് ഖിദ്മത്ത് ചെയ്യാനുള്ള ഭാഗ്യം ഞങ്ങൾക്കും തലമുറകൾക്കും നൽകണമേ തമ്പുരാനെ. ഈ രാജ്യം സുരക്ഷിതമാക്കണേ റബ്ബേ. ഞങ്ങളുടെ സ്റ്റേറ്റും മറ്റ് സ്റ്റേറ്റുകളും ഞങ്ങളുടെ രാജ്യവും മറ്റു രാജ്യങ്ങളും അല്ലാഹുവേ നീ സുരക്ഷിതമാക്കണേ റബ്ബേ. ലോകത്തെവിടെയൊക്കെ ഭീതിതമായ അന്തരീക്ഷങ്ങളുണ്ടോ, ഫലസ്തീനിലടക്കം അർഹമർ റഹീമേ, സിറിയയിലടക്കം അല്ലാഹുവേ എല്ലായിടത്തും അല്ലാഹുവേ നിന്റെ ഭാഗത്തുനിന്നും സലാമത്തും റഹ്മത്തും അല്ലാഹുവേ സക്കീനത്തും ഇറക്കി കൊടുത്ത് അല്ലാഹുവേ നീ സഹായിക്കണേ തമ്പുരാനെ. വിഷമങ്ങളെ പരിഹരിക്കണേ റബ്ബേ. ആഫാത്തും മുസീബത്തുകളെ തട്ടി ദൂരത്താക്കണേ റബ്ബേ. ഐനിൽ നിന്നും സിഹറിൽ നിന്നും ശൈത്വാനിയായ ഷർറുകളിൽ നിന്നും അല്ലാഹുവേ നീ കാത്തുരക്ഷിക്കണേ പടച്ചവനെ. ഇൽമ പഠിക്കാനുള്ള താല്പര്യം നൽകണേ റബ്ബേ. വായിക്കാനും അറിയാനും പഠിക്കാനുമുള്ള ഉത്സാഹം ഞങ്ങൾക്കും മക്കൾക്കും നൽകണേ പടച്ചവനെ. മരണം വരെ പഠിക്കുന്നവരാക്കണേ പടച്ചവനെ. മരണത്തിന്റെ സെക്കൻഡ് വരേക്കും നല്ലത് വായിക്കുകയും അറിയുകയും കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ആ ദീൻ മഅൽ മഹ്ബറതി ഇലൽ മഖ്ബറ എന്ന് മഹാന്മാർ പറഞ്ഞ പോലെ ഖബറിലേക്ക് പോകുന്നത് വരെ പേനയുമായി മഷിക്കുപ്പിയുമായി എന്ന് പറഞ്ഞ പോലെ അറിവിന്റെ വക്താക്കളാക്കണേ പടച്ചവനെ. ഇൽമു ഉപകാരപ്പെടുത്തണേ റബ്ബേ. അത് ഹൃദയത്തിന് വെളിച്ചമാക്കി തരണേ റബ്ബേ. നൂറാക്കി തരണേ റബ്ബേ. നിന്നെക്കുറിച്ചുള്ള ഖശിയത്തും ഭയപ്പാടും നൽകണേ റബ്ബേ. ഖുർആൻ ഓതുകയും പഠിക്കുകയും ചെയ്യുന്ന തൗഫീഖ് നൽകണേ പടച്ചവനെ. റഹ്മർ റഹീമേ, ദീന്റെ ഖാദിമീങ്ങളാക്കണേ റബ്ബേ. ഞങ്ങളെ നീ ഏൽപ്പിച്ച അമാനത്ത് വിശുദ്ധ ഖുർആൻ കൊണ്ടു നടക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. മക്കളിൽ കൺകുളിർമയെ കാണിക്കണേ റബ്ബേ. അവരൊക്കെ പഠിച്ച് നല്ലവരായി മാതാപിതാക്കൾ അനുസരിക്കുന്ന അദബുള്ള സ്നേഹിക്കുന്ന നല്ല മക്കളാക്കണേ റബ്ബേ. വിവാഹപ്രായമെത്തിയവർക്ക് യോജിച്ച് ഇണകളെ കൊടുക്കണേ റബ്ബേ. മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾക്ക് കൺകുളിർമയുള്ള മക്കളെ കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ വീടുകളിൽ സന്തോഷം നൽകണേ റബ്ബേ. വീടില്ലാത്തവർക്ക് നീ എളുപ്പമായി അത് സംവിധാനിക്കാനുള്ള വഴി എളുപ്പമാക്കി കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹു ഞങ്ങളെ സഹായിച്ചവരെ നീ സഹായിക്കണേ റബ്ബേ. അർഹമർ റഹീമേ, വിഷമഘട്ടങ്ങളിൽ കൂടെ നിന്നവരെ റബ്ബേ നീ കൂടെ നിർത്തണേ അല്ലാഹ്. അർഹമർ റഹീമേ, ദുനിയാവിൽ ഞങ്ങളുടെ വിഷമങ്ങളിൽ കൈപിടിച്ചവർക്ക് അല്ലാഹുവേ നാളെ പരലോകത്ത് ഖിയാമത്തിന്റെ വിഷമങ്ങളിൽ നിന്ന് അല്ലാഹു നീ മോചനം കൊടുക്കണേ തമ്പുരാനെ. അർഹമർ റഹീമേ, ഹബീബായ നബി തങ്ങളെ സിയാറത്ത് ചെയ്യാനും ഹജ്ജും ഉംറയും സിയാറത്തും ഹറമൈനികളിൽ ഇബാദത്തിനും ഒരുപാട് അവസരം നൽകണേ റബ്ബേ. അർഹമർ റഹീമേ, നാളത്തെ മഹ്ശറയും ഖബറും ഹിസാബും മീസാനും സിറാത്തും എളുപ്പമാക്കണേ അല്ലാഹ്. ഒരു നിമിഷം പോലും നരകം തൊടാതെ നിന്റെ സ്വർഗ്ഗലോകത്തെത്താനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ. നാളെ നിന്നെ കാണിച്ചു താ തമ്പുരാനെ. നിന്റെ വചനം ഞങ്ങൾ ഓതുന്നു റബ്ബേ. ഇതിന്റെ ഉടമസ്ഥനായ ഞങ്ങളുടെ ഖാലിഖും യജമാനനുമായ അല്ലാഹുവേ, നാളെ നിന്നെ കാണാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ. ഫീ ഗൈരി ളറാഅ മുദിറത്തിൻ വലാ ഫിത്നത്തിൻ മുദില്ല. അല്ലാഹുവേ നിന്റെ ലിഖാഇന് ഭാഗ്യം നൽകണേ റബ്ബേ. ഹബീബിന്റെ കൈകൊണ്ട് ഹൗദുൽ കൗസർ കുടിപ്പിക്കണേ അല്ലാഹ്. നാളെ അവിടുത്തെ കാണിച്ചു തരണേ തമ്പുരാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഇഷ്ടജനങ്ങൾ, ബന്ധുമിത്രാദികൾ, ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ, ഞങ്ങളെ സ്നേഹിക്കുന്നവർ, ഞങ്ങളെ ഇഷ്ടപ്പെടുന്നവർ, അല്ലാഹു ദീനിന്റെ പേരിൽ അറിവിന്റെ മജ്ലിസുകളിൽ വന്നിരുന്നവർ, ദീനീ സ്ഥാപനങ്ങളും മദ്രസകളും പള്ളികളും ചാരിറ്റി സംവിധാനങ്ങളും നടത്തിക്കൊണ്ടുപോകുന്ന ദീനിനെ മദ്രസകളെ, പള്ളികളെ, യതീംഖാനകളെ, അറബി കോളേജുകളെ, പ്രത്യേകിച്ച് ദാൽഹുദയും ദാൽഹുദയുടെ സംവിധാനമായ ഹാദിയയുടെ കീഴിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന മക്തബ് സംവിധാനങ്ങളെ, കിഷൻഗഞ്ചിലെ കുർത്തുബയെ, അങ്ങനെ തുടങ്ങി ഒരുപാട് സംവിധാനങ്ങളെ അല്ലാഹുവേ സഹായിക്കുന്ന മലയാളികളായ ഞങ്ങളുടെ സഹോദര സഹോദരിമാർ, ലോകത്തിന്റെ പല ഭാഗങ്ങളിലുമുള്ളവർ, പ്രവാസികളായവർ, അല്ലാഹു എല്ലാവരെയും നീ സഹായിക്കണേ പടച്ചവനെ. മരിച്ചുപോയ ഞങ്ങളുടെ ബന്ധുമിത്രാദിയുടെ ഖബറുകളെ സ്വർഗ്ഗത്തോപ്പാക്കി അനുഗ്രഹിക്കണേ റബ്ബേ. ആ ഖബറുകളെ വിശാലമാക്കണേ റബ്ബേ. ഞങ്ങൾ പറയുന്ന ആമീൻ അവർക്കൊരു ശഫാഅത്താക്കി മാറ്റണേ പടച്ചവനെ. ഏതെങ്കിലും ഒരു തെറ്റുകൾക്ക് അവർ ശിക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ അല്ലാഹുവേ ഈ ദുആയുടെ ബർക്കത്ത് കൊണ്ട് അവരുടെ ഖബറുകൾക്ക് നീ വെളിച്ചവും സുഗന്ധവും സ്വർഗീയ ആരാമവുമാക്കി കൊടുക്കണമേ തമ്പുരാനെ. ഞങ്ങൾക്കും ഞങ്ങളുടെ ഖബറുകളെ നീ വിശാലമാക്കി അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ ഈ ലോകത്തിന്റെയും പരലോകത്തിന്റെയും വിജയത്തിന് ആസ്പദമായ സർവ്വ അസ്ബാബുകളും ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും പരാജയത്തിന് നിമിത്തമാകുന്ന എല്ലാ അസ്ബാബുകളിൽ നിന്നും നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. ബിജാഹി വഹഖി നബിക സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. جزاكم الله خيرا. السلام عليكم ورحمة الله وبركاته.